പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ബൈബിൾ സ്റ്റഡിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് വേദപുസ്തക പഠനം തുടങ്ങാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഒരു പ്രാവശ്യം കൂടെ തൃപ്പാദത്തിലേക്ക് അടിയങ്ങൾ ഒരുമിച്ച് അടുത്തു വരട്ടെ. ഇന്ന് വൈകിട്ട് നടക്കുന്ന ഈ ബൈബിൾ സ്റ്റഡിയിൽ കർത്താവിൻ്റെ ദിവ്യ സാന്നിധ്യം വെളിപ്പെടണമേ. 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാൻ ഉണ്ട് എന്നരളിയവനെ. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നാണ് ഇന്നാളുകൾ കൂടുന്നത്. എങ്കിലും കർത്താവ് 2-3 അല്ല, അതിൽ കൂടുതൽ കൂടിവരവ് തന്നതിനായി സ്തോത്രം. ക്രൗഡിനെ പ്രതീക്ഷിക്കാതെ കർത്താവിൻ്റെ സാന്നിധ്യം ഇതിനകത്തുണ്ട്. അതേസമയം പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ ദൈവമേ, കേൾക്കുവാൻ കുറേ ആളുകളെയും കൂടെ കൊണ്ടുവന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ നടുവിലെന്ന് വെളിപ്പെടുമെന്ന് പറഞ്ഞു. ഓരോരോ വ്യക്തികളോട് ചേർന്ന് അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടണേ. അങ്ങയെ വിട്ട് ഞങ്ങൾ ഒളിക്കുന്ന ഒരിടമില്ല. ഞങ്ങൾ സമുദ്രത്തിൻ്റെ അക്കരെ പോയി പാർത്താൽ, ഉഷസ്സിൻ്റെ ചിറക് ധരിച്ചാൽ, അവിടെയും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ട്. അങ്ങയുടെ കണ്ണ് ഞങ്ങളെ കാണും. ഇന്ന് പകൽ വിശ്വസിച്ച് ദൈവത്തെ ആരാധിപ്പാൻ അടുത്തു വന്ന, തിരുവചനം പഠിപ്പാൻ അടുത്തു വന്ന എല്ലാവരോടും കൂടെ അതാത് ഇടങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം വേണമേ എന്നടിയൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. അത് തരണമേ. ഞങ്ങൾ ആരംഭിക്കട്ടെ. പഠിക്കുന്നത് മനസ്സിലാകുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമായി പകർത്തിയെടുക്കുവാൻ ഒക്കെ ഞങ്ങളുടെ കർത്താവ് കൃപ ചെയ്യണം. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സത്യത്തിൽ ചൊവ്വാഴ്ച വൈകിട്ട് ആണ് നമ്മളിത് എടുത്ത് ഇത് സ്ക്രീൻ ചെയ്യുന്നത്. പക്ഷേ ഞാനിത് ചൊവ്വാഴ്ച രാവിലെ തന്നെ റെക്കോർഡ് ചെയ്യുകയാണ്. കാരണം ഇന്ന് വൈകിട്ട് 4 മണിയുടെ ട്രെയിനിന് എനിക്ക് കേരളത്തിലോട്ട് പോകേണ്ടതുണ്ട്. നാളെ ബുധനാഴ്ച ആലപ്പുഴയും മറ്റന്നാൾ വാഗമണ്ണുമായി 2 കൊച്ചു മീറ്റിങ്ങുകളിൽ എനിക്ക് സംബന്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചൊവ്വാഴ്ചയുള്ള പതിവ് നിന്നു പോകാതെ അത് താല്പര്യത്തോടെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ചെയ്യുവാൻ രാവിലെ ഞാനിത് റെക്കോർഡ് ചെയ്യുകയാണ്. ചർച്ചിൻ്റെ സ്റ്റാഫ് എന്നെ അങ്ങേയറ്റം സഹായിക്കുന്നു. അവർക്കെല്ലാമായി ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഇന്ന് 6ാമത്തെ സഭയ്ക്കുള്ള ദൂതാണ്. നമ്മൾ ആരംഭം മുതൽ ചിന്തിച്ചു വന്നാൽ 1-ാം സഭയ്ക്കകത്ത് സഭയുടെ കേന്ദ്രബിന്ദുവായി, മധ്യബിന്ദുവായി സഭയ്ക്കകത്തുണ്ടായിരുന്ന ക്രിസ്തു. 7ാമത്തെ സഭയിൽ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യപ്രകാരം ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ക്രിസ്തു അകത്തില്ല, വെളിയിലാണ്. ആരെങ്കിലും എനിക്ക് വേണ്ടി വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ അകത്ത് വന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്ന് പറഞ്ഞു. വ്യക്തികൾ ആരെങ്കിലും വാതിൽ തുറന്നു കൊടുത്താൽ കർത്താവ് അകത്ത് വരത്തക്കവണ്ണം ക്രിസ്തുവിനെ പുറത്താക്കി സഭ വാതിലടച്ചു. ഇനി വാതിൽ തുറന്നാലും സഭയിൽ ഒരു മൊത്തമായ വാസത്തേക്കാൾ കൂടുതൽ കർത്താവ് പ്രതീക്ഷിക്കുന്നത് ആ ക്ലോസർ റിലേഷൻ. ആര് വാതിൽ തുറക്കുമോ അവനോട് ഒരുമിച്ച് അത്താഴം കഴിക്കും. അകത്ത് വരും. അതുകൊണ്ട് നിശ്ചയമായും സഭയ്ക്കകത്ത് യേശുവിൻ്റെ സാന്നിധ്യം കാണും. എന്നാൽ ആ വ്യക്തിപരമായ റിലേഷൻസ്, ആ ക്ലോസർ റിലേഷൻ, ആര് വാതിൽ തുറക്കുമോ അവനുമായി മാത്രമേ കാണത്തുള്ളൂ. അവനുമായി ഒരുമിച്ച് അത്താഴം കഴിക്കുമെന്നാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. കേന്ദ്രബിന്ദുവായിരുന്ന ക്രിസ്തുവിനെ എങ്ങനെ സഭ പുറത്താക്കി എന്നതിനെക്കുറിച്ച് 1-ാം സഭ മുതൽ 7-ാം സഭ വരെയുള്ള ലേഖനങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ മീറ്റിങ്ങുകൾക്കും അല്ലെങ്കിൽ ഓരോ ക്ലാസ്സുകൾക്കും പുതിയ ആളുകൾ ചേരുന്നു എന്ന കാരണത്താൽ, പഴയ ആളുകളിൽ എല്ലാവരും കണ്ടെന്ന് വരത്തില്ല, എന്നാൽ പുതിയ ആളുകളുണ്ട് എന്ന കാരണത്താൽ ഒരു പൊതു ഇൻട്രഡക്ഷൻ ആവശ്യമായി വരുന്നതുകൊണ്ട് ഒരു 5 മിനിറ്റ് അതിന് നഷ്ടമാകും. ദയവായി ക്ഷമിക്കണം. അതേസമയം മറന്നുപോയവർക്ക് അതൊരു ഓർമ്മയ്ക്കും കാരണമാകും. റിവിഷൻ എല്ലാ ക്ലാസ്സുകളിലും നല്ലതാണ്. നീ കണ്ടതും ഇപ്പോഴുള്ളതും ഇനി വരുവാനിരിക്കുന്നതുമായ കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞുപോയ കാലവും നിലനിൽക്കുന്ന കാലവും ഭാവി കാലവും, പ്രസൻറ്റ്, ഫ്യൂച്ചർ ടെൻസുകൾ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ഈ 2 അധ്യായങ്ങൾ എഴുതിയിരിക്കുന്നത്. സഭയിൽ പണ്ടുണ്ടായിരുന്ന കാലവും ഇന്ന് നമ്മളുള്ള കാലവും ഇനി വരുവാനിരിക്കുന്ന കാലവും ഇതിനകത്ത് ചേർത്തു. പെന്തക്കോസ്ത് നാളിൽ ദൈവസഭ ഒരു പരിശുദ്ധാത്മാഭിഷേകത്തോടുകൂടെ ആരംഭിച്ചത് മുതൽ ഈ മണ്ണിൽ ദൈവസഭ തുടരുകയാണ്. ഒരു വലിയ കാഹളനാദത്തിങ്കിൽ സഭ ഇവിടെ നിന്ന് മാറ്റപ്പെടുന്നത് വരെ ഉള്ള കാലഘട്ടത്തെ സഭാകാലഘട്ടം എന്ന് വിളിക്കും. ഈ സഭാകാലഘട്ടത്തെ 7 കഷണങ്ങളായി തിരിച്ച് 7 പേരുകൾ അവയ്ക്കിട്ട് വിളിച്ചാണ് നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. 1-ാം കാലഘട്ടം അപ്പോസ്തോലിക യുഗം തന്നെയായിരുന്നു. അപ്പോസ്തലന്മാർ നേരിട്ട് ഭരിച്ചിരുന്നു.
അന്ന് യേശു കേന്ദ്രബിന്ദുവായി സഭയ്ക്കകത്തുണ്ടായിരുന്നു. നമ്മൾ ഓരോ സഭയെ വിശദീകരിക്കുന്നില്ല, രണ്ടായാലും 5ാം സഭയുടെ കാലഘട്ടമായപ്പോഴത്തേക്ക് സഭ മരണാവസ്ഥയോടടുത്തു. ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക എന്നിത്യാദി കാര്യങ്ങൾ 5ാം സഭയോട് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സഭ ഏറെക്കുറെ മൃതപ്രായമായ സാഹചര്യത്തിലാണ്. ഒന്നാമതായി സഭയ്ക്കകത്ത് ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കൊച്ചുകുറ്റം പറയാൻ തുടങ്ങി. രണ്ടാമത്തെ സഭയിലേക്ക് സാത്താൻ്റെ പള്ളിക്കാർ അഥവാ രക്ഷിക്കപ്പെടാത്ത ആളുകൾ വന്ന് കയറി. അവർ വന്നത് സാത്താനുമായിട്ടാണ് വന്നത്. സാത്താനെ വിട്ടിട്ട് വരികയല്ലായിരുന്നു. സാത്താൻ്റെ പള്ളിക്കാർ സാത്താനുമായി വരികയായിരുന്നു. അവിടെ മുതലാണ് സാത്താൻ്റെ പള്ളിക്കാരുടെ സ്വാധീനതയിൽ സാത്താൻ അകത്തു വരുന്നതും സാത്താൻ ഇതിനകത്ത് താമസം തുടങ്ങി പിന്നത്തേതിൽ സിംഹാസനം വയ്ക്കുന്നതും ദുരുപദേശങ്ങളും വ്യർത്ഥമായ ആചാരങ്ങളും സഭയ്ക്കകത്ത് വന്നു കയറുന്നതും. 6ാമത്തെ സഭയിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സഭയുടെ ചരിത്രം വരുമ്പോൾ സാത്താൻ്റെ പള്ളിക്കാർ സാത്താനെ വിട്ട് തിരിച്ചു വരുന്ന ഒരു സന്ദർഭമുണ്ട്. 5 വരെയുള്ള സഭകൾ കൊണ്ട് ഇത് ഏറെക്കുറെ മരണപ്രായമായി മൃതപ്രായമായി ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന സാഹചര്യമായി. കാര്യം ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ മനുഷ്യൻ രണ്ടാമത് സാത്താൻ്റെ പള്ളിക്കാരെയും സാത്താനെയും അകത്തേക്ക് കയറ്റിയതോടുകൂടെ എന്തിന് ബിലിയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ സഭയ്ക്കകത്ത് വന്നു, നിക്കലാവോസിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ സഭയ്ക്കകത്ത് വന്നു. അവസാനം രാജ്ഞിയായിരുന്ന പ്രവാചകി എന്ന് പേര് മാത്രം എടുത്തു പറഞ്ഞിരുന്ന ഇസബേലിനെ വരെ സഭ അനുവദിച്ചു. സഭയുടെ വേർപാട് പൂർണ്ണമായി നശിപ്പിച്ചു. ജാതികളുമായി ഇടകലർന്നു. എൻ്റെ ദാസന്മാർ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്ക്കുവാൻ തുടങ്ങിയത് നിയമം കൊണ്ട് കഠിനമാക്കുന്ന സഭയുടെ അധികാരിയായി വന്ന ഇസബേൽ അത് നടപ്പാക്കുന്നത് വരെ നമ്മൾ കണ്ടു. അങ്ങനെ ഒരു സഭ മരിച്ചവനെ പോലെയായി. സഭയ്ക്ക് വെളിയിൽ നിന്ന് മാത്രമായിരുന്നു ആരംഭകാലങ്ങളിൽ പീഡനമെങ്കിൽ പിന്നത്തേതിൽ സഭയ്ക്ക് അകത്തുനിന്നും പീഡനങ്ങൾ ആരംഭിച്ചു. അങ്ങനെ അധികാരം പ്രയോഗിച്ച് ദുർമാർഗത്തിലേക്ക്, ദൈവകൃപയിൽ നിന്ന് അന്യതയിലേക്ക് സഭയെ ജനത്തെ സാത്താൻ നടത്തി. ഇപ്പോൾ സഭ ഊർദ്ധശ്വാസം വലിക്കുന്ന സ്ഥിതിയിൽ, ജീവനുള്ളവനെന്ന പേര്, പക്ഷേ നീ മരിച്ചവനാ. ഞാനൊരു രോഗിയെ കാണാൻ പോയത് എനിക്ക് ഓർമ്മയുണ്ട്. ആ രോഗിയോട് ചോദിച്ചാൽ കണ്ണു തുറന്ന് എന്നെ ഒന്ന് നോക്കും, ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിക്കും, പക്ഷെ കഴിയത്തില്ല. ഞാൻ പേര് ചോദിച്ചാൽ മറുപടി പറയുവാൻ പ്രയാസമാണ്, പക്ഷെ ചുണ്ടനങ്ങുന്നത് കാണാം. ആളിന് ജീവനുണ്ട്, പേരിന് മാത്രം ജീവൻ. യേശു വന്നത് അതിനല്ല, സമൃദ്ധിയായ ജീവന് വേണ്ടിയായിരുന്നു. നന്നായി ഓടി നടന്ന് കളിച്ചിരുന്ന ഒരു കുഞ്ഞായിരുന്നതെന്നിരിക്കട്ടെ, ആ കുഞ്ഞിൻ്റെ നന്നായി ഓടി നടന്ന കാലത്തെയാണ് ആരംഭകാല സഭയോട് ഉപമിച്ചതെങ്കിൽ ഇന്ന് ഈ ഊർദ്ധശ്വാസം വലിക്കുന്ന സ്ഥിതിയെ ആ 5ാം സഭയോട് ഉപമിച്ചു. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാ. ഈ സാഹചര്യത്തിലാണ് 6ാം കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് 6ാം സഭയ്ക്കുള്ള ദൂത്. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതുക. 6ാം സഭയുടെ പേര് ഫിലദൽഫിയ സഭ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതുക. വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വരുത്തും. മറക്കണ്ട, 2ാം സഭയിൽ ഇവർ തന്നെ വന്ന് കയറുകയായിരുന്നു. 2ാം സഭയിൽ ഇവർ തന്നെ വന്ന് കയറുകയായിരുന്നു. ഇവിടെ 6ാം സഭയിൽ ഞാൻ അവരെ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിൻ്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നറിയുവാനും സംഗതി വരുത്തും. നിനക്കവർ ശിഷ്യപ്പെടും, നിൻ്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കും. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിൻ്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അവനൊരിക്കലും അവിടെ നിന്ന് പോകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന
എൻ്റെ ദൈവത്തിൻ നഗരത്തിൻ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേൽ എഴുതും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഞാൻ ആ വേദഭാഗങ്ങൾ വായിച്ചു കേൾപ്പിച്ചു. 6-ാം സഭയിലേക്ക് നമുക്ക് പതുക്കെ പ്രവേശിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളാണ് എന്ന് പറഞ്ഞു. 13 വരെയുള്ള വാക്യങ്ങളാണ് ഇത്. 6-ാം സഭയ്ക്കുള്ള ദൂത്. ഫിലദെൽഫിയയിലെ സഭ എന്ന് ഇതിനെ വിളിക്കുന്നു. ഫിലദെൽഫിയ സഭ എന്നിതിനെ വിളിക്കുന്നു. അതിനടുത്ത സഭ ലവോദിക്ക സഭയാണ്. ഇത് രണ്ടും സ്ഥലപ്പേരുകളാണ്. എഫെസോസും സ്ഥലപ്പേരായിരുന്നു. സ്മുർന്നയും സ്ഥലപ്പേരാണ്. 7 സഭകളും 7 സ്ഥലങ്ങളുടെ പേരിലാണ് ഏഷ്യ മൈനറിൽ നിലവിലുണ്ടായിരുന്നതും അക്കാലങ്ങളിൽ സഭകൾ സ്ഥാപിതമായതുമായ സ്ഥലം സഭകളെക്കുറിച്ചാണ് അക്ഷരികമായി പറയുന്നത്. വേദപുസ്തകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തത്വം നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അതിനെ കൊണ്ടുവരേണ്ടതിന് നിലവിലുള്ളതും ഉള്ളതുമായ ഒരു സ്ഥലത്തിൻ്റെ പേര് പറയും. എന്നിട്ട് അതിനെക്കുറിച്ച് പറയുന്ന ദൂതുകൾ പ്രവചനാത്മകമാണ്. ഞാൻ ഭൂമിയുടെ ആരംഭത്തെക്കുറിച്ചും മനുഷ്യൻ്റെ വീഴ്ചയെക്കുറിച്ചും പഠിപ്പിക്കുന്നതിന് മുന്നമേ ഭൂമിയുടെ ആരംഭത്തിൽ പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭത്തിങ്കിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു കൂട്ടം ദൂതന്മാരെക്കുറിച്ചും അവർ ലൂസിഫർ മുതലായവർ വീണുപോയതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അവിടെ ലൂസിഫറിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. അദ്ദേഹത്തെ ഒരു പ്രഭുവായും രാജാവായും 2 രീതികളിൽ വിളിച്ചുകൊണ്ടാണ് വരുന്നത്. അന്ന് പാഴ്സിപ്രഭുവിനെക്കുറിച്ച് പറയുന്നത് കാണാം ദാനിയേലിൻ്റെ പ്രവചനത്തിൽ. നിലവിലുള്ള രാജ്യങ്ങളിലുള്ള രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും പേരുകൾ പറഞ്ഞുകൊണ്ട് പ്രവചനാർത്ഥത്തിൽ അത് മറ്റൊരാളിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന പേരുകളാണ് ഈ പേരുകൾ. അങ്ങനെ ഫിലദെൽഫിയ സഭയെയും പ്രതിനിധീകരിച്ചു. ഫിലദെൽഫിയ സഭ വളരെ സിൻസിയർ എന്ന അർത്ഥമുള്ള ഒന്നാണ്. ഫിലദെൽഫിയ എന്ന പേരിൻ്റെ അർത്ഥം എ സിൻസിയർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന സിൻസിയർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ എ സിൻസിയർ പാറ്റേൺ ഓഫ് ബിഹേവിയർ. സിൻസിയർ എന്ന അർത്ഥമാണ് അതിന് കൂടുതലായുള്ളത്. അവർ വളരെ സിൻസിയർ ആയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. മറ്റുള്ള സഭകളിൽ എന്നവണ്ണം ഇതും സഭയുടെ ദൂതനെയാണ് സംബോധന ചെയ്യുന്നത്. ഞാൻ ആ ഭാഗം ഒന്നുകൂടെ എടുത്തോട്ടെ. അതിൻ്റെ ആരംഭം മുതൽ ഒന്നുകൂടെ എടുക്കാം. 7-ാമത്തെ വാക്യത്തിൽ ഫിലദെൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതുക. ആർക്ക് വേണ്ടിയാണ് ഇത് തുടങ്ങുന്നത്? സഭയുടെ ദൂതന് വേണ്ടിയാണ് എഴുതി തുടങ്ങുന്നത്. ഒടുവിൽ 13-ാമത്തെ വാക്യത്തിൽ എഴുതി അസ്തമിപ്പിക്കുമ്പോൾ ഏത് സഭയിലുമുള്ള, എല്ലാ സഭയിലുമുള്ള, കേൾക്കുവാൻ ചെവിയുള്ള, പറഞ്ഞാൽ അനുസരിപ്പാൻ മനസ്സുള്ള, പറഞ്ഞാൽ സമ്മതിക്കുവാൻ കഴിവുള്ള, പറഞ്ഞാൽ കേൾക്കുന്നതായ എല്ലാവർക്കും ബാധകമായി കൊടുക്കുക. അപ്പോൾ അതിന് വെളിയിലുള്ളവരോ? പറഞ്ഞാൽ കേൾക്കാത്ത കുറച്ച് പേരുണ്ട്. അവരോടോ? ദൈവത്തിന് അവരോട് ഇടപെടാനേ ഇല്ല. അവരവിടെ വന്ന് ഇരുന്നു പോയി. സഭയ്ക്കകത്ത് അവർ വന്നെന്ന് വരും. അവരിരുന്നു പോയി. അവരോട് ദൈവത്തിന് ഇടപെടലേ ഇല്ല. എന്നോട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു രോഗിയായി വന്നിരുന്നു, പക്ഷേ എന്നോട് ദൈവം സംസാരിച്ചുമില്ല, എന്നെ സൗഖ്യമാക്കിയില്ല, എന്നോടൊരു പ്രവചനവും പറഞ്ഞില്ല. അപ്പോൾ എന്തടാ ഇതൊക്കെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടി നേരത്തെ പഠിച്ചു വെച്ച കാര്യങ്ങൾ പറയുകയല്ലേ എന്ന് ചോദിക്കും. ഇടോ, അങ്ങനെ അല്ലടോ സഹോദര, അങ്ങനല്ല. ദൈവത്തെ വേണ്ടാത്തവനെ ദൈവത്തിന് ഒരിക്കലും വേണ്ട. കാരണം ദൈവത്തെ വേണമെന്ന് പറഞ്ഞ് അടുക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവത്തെ വേണ്ട എന്ന് പറയുന്നവർക്ക് വേണ്ടിയല്ല. നിശ്ചയമായും എക്സെപ്ഷൻസ് ഉണ്ട്. എക്സെപ്ഷൻസ് ഇല്ലാത്ത ഒന്നുമില്ല. ഫറവോന് ദൈവത്തെ വേണ്ടായിരുന്നു. ഞാൻ യഹോവയെ അനുസരിക്കേണ്ടതിനവൻ ആര്? എന്തുകൊണ്ട് ഞാൻ അവൻ്റെ വാക്ക് കേൾക്കണം എന്നൊക്കെ ഫറവോൻ ചോദിച്ചു. ഫറവോനോട് ദൈവം മറുപടി പറയുന്നത് ചെങ്കടലിൽ വെച്ചാണ്. ഫറവോനോട് ദൈവത്തിന് സംസാരിക്കേണ്ടതായിരുന്നു, പക്ഷേ അത് ദൈവത്തിന് വേണ്ടതാ. അവന് വേണ്ടായിരുന്നു. അവനെ പിടിച്ചിരുത്തി കേൾപ്പിച്ചു. ചെങ്കടലിലെ ഉപ്പുവെള്ളം കുടിക്കുമ്പോൾ ഫറവോന് പിടികിട്ടി യഹോവ ആരാണ്, അവൻ്റെ വാക്ക് കേട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായി. പോട്ടെ, വേണ്ടാത്തവരോട് സംസാരിക്കും, എന്നാൽ ഇതല്ല, വേണ്ടവരോട് മാത്രം ഇടപെടുന്ന. 1000 പേർ ഒരു മീറ്റിങ്ങിൽ വന്നിരിപ്പുണ്ടെങ്കിൽ അതിൽ 2 പേരോടായിരിക്കും ദൈവം ഇടപെടുന്നതെങ്കിൽ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവന് ചെവിയുള്ളവനാണ്. ആ 2 പേർക്ക് ചെവിയുള്ളവരാണ്. ഇന്ന് പകൽ ചൊവ്വാഴ്ചയാണ്. ഇന്ന് പകൽ ഞാൻ ചില രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. ആ കൂട്ടത്തിൽ യഥാർത്ഥ രക്ഷ എന്താണെന്ന് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായി വന്നു. ഒരു കുടുംബം ഒരുമിച്ച് വന്നു. ആ കുടുംബത്തിന് വേണ്ടി ഒരുമിച്ചായിരുന്നു ഞാൻ പ്രാർത്ഥിക്കേണ്ടത്. 100% കിഡ്നി ഫെയിലായ ഒരു പ്രത്യേക വ്യക്തി എൻ്റെ അടുക്കൽ വന്നു. കഴിഞ്ഞ ഒരു വർഷത്തിൽ കൂടുതലായി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് യൂറിൻ പോകുന്നില്ല. സകല ടെസ്റ്റുകളും കഴിഞ്ഞു. 2 കിഡ്നിയും 100% ഫെയിൽഡാണ്. തൽക്കാലത്തേക്ക് ടെമ്പററി ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ രക്തം ശുദ്ധീകരിക്കുന്നുണ്ട്, ഡയാലിസിസ് നടക്കുന്നുണ്ട്. പക്ഷേ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുകയല്ലാതെ യാതൊരു മാർഗവുമില്ല എന്ന് പറഞ്ഞ ഒരു കേസിലാണ്.
എന്തോ അത് കേട്ടപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് തൊട്ടേച്ചു പറഞ്ഞു, ഇവനെക്കുറിച്ച് രക്ഷയെക്കുറിച്ച് ഇതൊന്ന് പറഞ്ഞു തുടങ്ങ്, കർത്താവ് ഇവനെ സൗഖ്യമാക്കാൻ കഴിയും. 2 കിഡ്നി സൃഷ്ടിക്കുന്നതാണോ ദൈവത്തിന് പുതുമ? ഒന്നുമല്ല. എത്ര ലക്ഷം പേർക്ക് എത്ര കോടിക്കണക്കിന് കിഡ്നികൾ സൃഷ്ടിച്ച ദൈവത്തിന് 2 കിഡ്നി കൂടെ സൃഷ്ടിച്ചവന് കൊടുത്തുകൂടെ? ഒന്നായാലും മതി എന്നാണ് പറയുന്നത്. 2 സൃഷ്ടിച്ചവന് കൊടുത്തുകൂടെ? ഒക്കും. ഞാൻ ആ കുടുംബത്തോട് ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ആരോട് ദൈവം ഇടപെടുന്നു അവൻ കരയുന്നത് കണ്ടു. എൻ്റെയും അന്തരീക്ഷം മാറി, ഒരാത്മീയ അന്തരീക്ഷം ദൈവം തന്നു. ആ വ്യക്തി കരയുന്നത് കണ്ടു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ബ്രദർ സൗഖ്യമായി കാണും, ഇന്ന് യൂറിൻ പാസ് ചെയ്യാൻ ട്രൈ ചെയ്യുക, കാര്യം കർത്താവ് പ്രവർത്തിച്ച് തുടങ്ങി കാണും. നിശ്ചയമായിട്ടും എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല. അദ്ദേഹം പോയിട്ട് 2 മണിക്കൂറേ ആയിട്ടുള്ളൂ. എനിക്ക് വൈകിട്ടത്തേക്ക് എന്നെ വിളിച്ചു പറയും എന്നെനിക്കറിയാം. എൻ്റെ വിശ്വാസം യൂറിൻ പാസ് ചെയ്തു എന്ന് തന്നെ വിളിച്ചു പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ദൈവത്തിന് ചെയ്യാൻ കഴിയും. ദൈവം ഒരു സമൂഹത്തോട് സംസാരിക്കുമ്പോഴും അതിനകത്തുനിന്ന് ആരോടൊക്കെ ഇടപെടണം അവരോട് മാത്രമേ സംസാരിക്കാറുള്ളൂ. ഒടുവിൽ ഞാനത് ഒന്നുകൂടെ തൊടാൻ നോക്കാം. സത്യവാനും ഫിലദൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതുക. 2 തന്നെത്താൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എല്ലാ ലേഖനത്തിൻ്റെയും 2ാമത്തെ ഘടകം സെൽഫ് ഇൻട്രഡക്ഷനാണ്. ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും താരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ഞാനതൊന്ന് തൊട്ടോട്ടെ. 1 വിശുദ്ധനും സത്യവാനുമാണ്. അത് 2 ടേമാണോ? വിശുദ്ധനും സത്യവാനും 2 കാര്യമായിട്ട് പറയാമോ അതോ ഒന്നാണോ? ഞാൻ വേദപുസ്തകത്തിൽ പലയിടത്തും ശോധന ചെയ്തിട്ട് ഇതൊരു ഫ്രേസാണ്. വിശുദ്ധനും സത്യവാനും എന്നത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു ഫ്രേസാണ്. അതിനകത്ത് സത്യത്തിൽ നിന്ന് മാറത്തില്ല, വിശുദ്ധിയുടെ മാനദണ്ഡത്തിൽ വ്യത്യാസം വരുത്തത്തുമില്ല. വിശുദ്ധിയിൽ വ്യത്യാസം വരുത്താതെ സത്യം സൂക്ഷിക്കുന്ന ഒരുവനാണ് കർത്താവ്. നമ്മിൽ പലരും അങ്ങനൊന്നും അല്ല. സത്യം സൂക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവർ വിശുദ്ധരാകണമെന്നില്ല. ഒരിക്കലും ഒരാളിൻ്റെ അക്കൗണ്ട്സ് ഇൻകം ടാക്സ് ഓഫീസർ എടുത്ത് ചെക്ക് ചെയ്തേച്ച് ഇൻകം ടാക്സ് ഓഫീസർ അദ്ദേഹത്തോട് പറഞ്ഞ ഒരു പദം ഞാൻ കേട്ടിട്ടുണ്ട്, സർ യുവർ അക്കൗണ്ട് ഈസ് ട്രൂ ബട്ട് ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. എഴുതേണ്ടതുപോലെ അല്ല ഇത് എഴുതിയിരിക്കുന്നത്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുപോലെ അല്ല ഇത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. 100% സത്യമാണ്, ട്രാൻസ്പെറൻ്റാണ്, നീ പറഞ്ഞിരിക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ ഇതിങ്ങനെ അല്ല എഴുതേണ്ടത്. ദർ ഇസ് എ പ്രൊസീജിയറൽ വയലൻസ്. പലരും സത്യവാന്മാരാണ്, അവരുടെ ജീവിതത്തിൽ സത്യമുണ്ട്, പക്ഷേ വിശുദ്ധി അവർക്ക് കുറവായിരിക്കും. ചുരുക്കം ചിലർ വളരെ വിശുദ്ധരാണ്, പക്ഷേ സത്യമായിട്ടല്ല അവർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. സത്യമെന്ന് പറഞ്ഞാൽ എന്തുവാ? ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കുന്നതാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ യേശുവാണ് സത്യം. തൻ്റെ പ്രമാണത്തിൽ നിന്ന് അല്പം വിപരീതമായി പോകുന്നത് സത്യമല്ല. അവർ വിശുദ്ധരായിരിക്കാം. ഞാൻ കണ്ടിട്ടുണ്ട്, വിശ്വസിച്ച് സ്നാനമേൽക്കുക എന്നതാണ് യേശു ക്രിസ്തു കൽപ്പിച്ചതെങ്കിലും വിശ്വസിക്കാതെ സ്നാനമേറ്റവരും വിശുദ്ധരായി ജീവിക്കുന്നത് എന്ന് അവകാശപ്പെടുന്നവരെ എങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരിക്കലും ആകത്തില്ല. കാര്യം യേശുവിൻ്റെ പ്രത്യേകത അതല്ല. 1 താൻ വിശുദ്ധനാണ്, 2 താൻ സത്യവാനുമായി, 3 ദാവീദിൻ്റെ താക്കോലുള്ളവൻ. അല്ലത് 2 കൂടെ ഒന്നിച്ച് ചേർക്കട്ടെ. വിശുദ്ധനും സത്യവാനുമായി. 2 ദാവീദിൻ്റെ താക്കോലുള്ളവനായി. തൻ്റെ കയ്യിൽ ദാവീദിൻ്റെ താക്കോലുണ്ട്. 1 തൊട്ടേ പറ്റുള്ളൂ. ഞാൻ അടുത്ത കാര്യം കൂടെ തൊട്ടേ ചാട്ടെ. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ, അത് 4ാമത്തെ കാര്യമാണ്. ഈ ദാവീദിൻ്റെ താക്കോലിലേക്ക് വരാൻ പോവാം. എൻ്റെ കയ്യിൽ ഇപ്പോഴൊരു താക്കോൽ കൂട്ടമുണ്ട്. ഒരു താക്കോലല്ല, ഒരു താക്കോൽ കൂട്ടമുണ്ട്. ദാവീദിൻ്റെ കയ്യിലും നിശ്ചയമായും താക്കോലിൻ്റെ കൂട്ടമായിരിക്കണം. അദ്ദേഹം രാജാവാണ്. എൻ്റെ കൊച്ചുമക്കളിൽ ഒരാൾ ഒരിക്കലൊരു ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ആ ഹോസ്റ്റലിൽ കാണാൻ ചെന്നു. കൊച്ചു പ്രായത്തിലാണ് ഒരു ഹോസ്റ്റലിൽ കാണാനായിട്ട് ചെന്നു. എല്ലാം കൂടെ അവർ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ, ആ ഹോസ്റ്റലിൽ കുറച്ചേ പോയിട്ടുള്ളൂ. അവിടെ ചെന്നപ്പോൾ കുഞ്ഞെൻ്റെ അടുക്കൽ ഒരു താക്കോൽ കൊണ്ടു തന്നു. ഒരു താക്കോൽ ഞാൻ തന്നെ കൊടുത്ത താക്കോലാണ്. ഒരു താക്കോൽ എൻ്റെ അടുത്ത് കൊണ്ടു തന്നു. എന്നിട്ട് പറഞ്ഞ് എൻ്റെ പെട്ടിയുടെ താക്കോലാന്ന് പറഞ്ഞു. അവനെല്ലാം ഒരു താക്കോലേ ഉള്ളൂ. കാര്യം അവനെല്ലാം കൂടെ അവകാശപ്പെട്ടത് ഒരു പെട്ടിയേ ഉള്ള ഹോസ്റ്റലിൽ, വേറെ ഒന്നുമില്ല. ഹോസ്റ്റലിൻ്റെ താക്കോലൊക്കെ അതിൻ്റെ ഹോസ്റ്റൽ വാർഡൻ്റെ ഇല്ല. അവൻ അവകാശപ്പെട്ടതെല്ലാം കൂടി ഒരു പെട്ടിയേ ഉള്ളൂ. അതുകൊണ്ട് ഒറ്റ താക്കോലേ അവൻ്റെ ഉള്ളൂ. ഞാനും അങ്ങനെ ആയിരുന്നു. എനിക്കൊരു പെട്ടി മാത്രം ഉണ്ടായിരുന്നപ്പോൾ ഒരു താക്കോൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു അലമാരിയും കൂടെ ആയപ്പോൾ 2 താക്കോലായി. അത് കഴിഞ്ഞ് 2-3 പെട്ടികൾ പൂട്ടാവുന്നതായപ്പോൾ 3-4 താക്കോലുകളായി. അത് കഴിഞ്ഞപ്പോൾ വീടിൻ്റെ താക്കോലായി. ഇന്ന് ഞാൻ ചർച്ച് ഓഫീസിലോട്ട് വന്നു കഴിഞ്ഞാൽ പല താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട്. ദാവീദ് ഒരു സാമ്രാജ്യത്തിൻ്റെ രാജാവായിരിക്കെ ദാവീദിൻ്റെ കയ്യിലെ താക്കോൽ കൂട്ടം ഒരുപാടാണ്. എത്രയോ ഡിപ്പാർട്ട്മെൻറ്റുകൾ. ഇവിടെ താക്കോൽ എന്ന് ചിത്രീകരിക്കുന്ന അധികാരത്തെ കുറിക്കുന്നതാണ്.
അധികാരത്തെ കുറിക്കുന്നതാണ്. എത്രയെത്രയോ ഡിപ്പാർട്ട്മെൻറ്റുകൾ. ഇന്ന് പകൽ ദാവീദിൻ്റെ താക്കോൽ കൂട്ടമുള്ളവനെ ഞാൻ ജനത്തിൻ്റെ മുമ്പിലോട്ട് പരിചയപ്പെടുത്താൻ താല്പര്യപ്പെടുക. നിങ്ങൾക്ക് മെഡിക്കൽ റിക്വയർമെൻ്റ് ഉണ്ടോ? താക്കോൽ യേശുവിൻ്റെ ഇല്ല. നിങ്ങൾക്ക് സാമ്പത്തികമായ പരാധീനതകളുണ്ടോ? താക്കോൽ യേശുവിൻ്റെ ഇല്ല. നിങ്ങളുടെ കയ്യിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമുണ്ടോ? താക്കോൽ യേശുവിൻ്റെ കയ്യിലാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബ പ്രശ്നമുണ്ടോ? താക്കോൽ യേശുവിൻ്റെ കയ്യിലാണ്. സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും ഇതൊക്കെ പറയേണ്ടതാണ്, എന്നാൽ ഓരോരുത്തരത്ത് ഓരോന്ന് പറയാൻ വേണ്ടി വെച്ചിരിക്കുക. ദാവീദിൻ്റെ താക്കോലുള്ളവൻ എന്ന് ഇന്ന് പറയും. താക്കോൽ കൂട്ടമെന്ന് ഞാനതിനെ വ്യാഖ്യാനിക്കട്ടെ. ദാവീദിൻ്റെ താക്കോൽ കൂട്ടമുള്ളവൻ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ബദലിൽ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, ആവശ്യമുള്ളവൻ കേൾക്കട്ടെ, റിക്വയർമെൻ്റ് ഉള്ളവൻ കേൾക്കട്ടെ. ഇന്ന് പകൽ പട്ടിണിയാണെന്ന് പറയുന്ന ദൈവ പൈതലേ, നിങ്ങളുടെ ആഹാരപ്പുരയുടെ താക്കോൽ തൃക്കരങ്ങളിൽ ഉണ്ട്. യേശുവിൻ്റെ അടുക്കൽ അടുത്തു വരിക. ഞാൻ രോഗിയാണ്, എൻ്റെ ശരീരത്തിന് ആവശ്യത്തിന് ആരോഗ്യമില്ലെന്ന് പറയുന്ന ദൈവ പൈതലേ, നിങ്ങളുടെ മെഡിക്കൽ ഫെസിലിറ്റികളുടെ ആരോഗ്യത്തിൻ്റെ കലവറയുടെ താക്കോൽ ഇന്നു പകൽ തൻ്റെ കയ്യിലാണ്. ദാവീദിൻ്റെ താക്കോലുള്ളവൻ അരുളി ചെയ്യുന്നത്. ഇന്ന് പകൽക്കാലം അരുളി ചെയ്യുക എന്ന പദത്തിൽ നിന്ന് തൻ്റെ അധികാരത്തെ കൂടെ കാണിക്കുന്നതാണ്. മാത്രവുമല്ല, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുവാൻ കഴിവുള്ളവനും അധികാരമുള്ളവനുമായ ഒരുവൻ്റെ അടുക്കലേക്കാണ് വരുന്നത്. ഇന്ന് എന്ത് താക്കോലാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്? മറക്കരുതേ, താൻ അടച്ചാൽ തുറക്കാവുന്നവനാരുമില്ല. ചിലതിൻ്റെ വഴി ദൈവം അടയ്ക്കും, തുറക്കാൻ ഒക്കത്തില്ല. ഐ റിപ്പീറ്റ്, ചിലതിൻ്റെ വഴി ദൈവം അടയ്ക്കും, തുറക്കാൻ ഒക്കത്തില്ല. ചിലതിൻ്റെ വഴി ദൈവം തുറന്നിട്ടിരിക്കുകയാണ്, ആർക്കും അടയ്ക്കാനും കഴിയത്തില്ല. എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത അതാണ്. മറ്റൊരുത്തനോട് അഭിപ്രായം ചോദിക്കാതെ. നിശ്ചയമായും വിശുദ്ധനാണ്, സത്യവാനാണ്. വിശുദ്ധിക്ക് വിരോധമായി ദൈവം ചെയ്യത്തില്ല, സത്യത്തിന് വിരോധമായി ദൈവം ചെയ്യുകയില്ല. കഴിഞ്ഞ ദിവസം വളരെ ചിരിച്ചും സന്തോഷമായിട്ടും എന്നെ കണ്ട ഒരു വ്യക്തി വ്യക്തിപരമായി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ ഞങ്ങൾക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞ മെസ്സേജ് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പേ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇന്ന് രാവിലെ കഴിഞ്ഞു എന്നത് വലിയ പ്രത്യേകതയായി കാണുന്നു. അവർക്ക് ആ ഒരു കുടുംബത്തിന് ചില ആവശ്യമുണ്ട്. ആ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ അടുക്ക വന്നതാണ്. ഇവിടെ പറഞ്ഞു, എൻ്റെ അപ്പൻ ഒരു സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ, ഒരു പെൺകുട്ടിയാണ് പറഞ്ഞത്, എൻ്റെ അപ്പൻ ഒരു സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു 7-8 വർഷങ്ങൾക്ക് മുമ്പേ ആരോ ഒരാൾ ഒരു മോട്ടോർ സൈക്കിൾ ഓടിച്ചു വന്ന് എൻ്റെ അപ്പൻ്റെ സൈക്കിളിൽ ഇടിച്ചു. എൻ്റെ അപ്പൻ 3-ാം ദിവസം മരിച്ചു. 1 വർഷം കഴിഞ്ഞു, എൻ്റെ മൂത്ത സഹോദരൻ ആത്മഹത്യ ചെയ്തു. അടുത്ത 1 വർഷം കഴിഞ്ഞു, എൻ്റെ 2ാമത്തെ സഹോദരൻ അപകടത്തിൽ മരിച്ചു. എൻ്റെ അമ്മ ഇന്ന് എന്നോട് ശരിക്കും സംസാരിക്കത്തില്ല. വീട്ടിൽ മക്കളെന്ന് പറയുവാൻ ഞാൻ ഒരാളും അമ്മയും മാത്രമേ ഉള്ളൂ. എത്രയോ ഭവനങ്ങളിൽ മാതാക്കളും ഒരു കുഞ്ഞ് ശേഷിക്കുന്നെങ്കിൽ കുഞ്ഞും തമ്മിൽ എത്രയോ സൗഹാർദ്ദത്തിൽ ഇടപെടും. എൻ്റെ അമ്മയോട് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ നീ നിൻ്റെ പണി നോക്കാൻ പറയും. എൻ്റെ അമ്മയോട് ഇന്ന് വൈകിട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നീ അറിയേണ്ട കാര്യമില്ലെന്ന് പറയും. എൻ്റെ ഭർത്താവിൻ്റെ വീടും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഞങ്ങൾക്ക് 2 പേർക്കുമുള്ള ജീവിതത്തിൽ യാതൊരു സമാധാനവുമില്ല. ഏതോ ഒരു ശാപം ഉണ്ടെന്ന് തോന്നുന്നു. അവർ തോന്നുന്നെന്നോ കുറഞ്ഞ പക്ഷം തോന്നലുണ്ടായല്ലോ. ഞാനൊന്ന് പ്രാർത്ഥിക്കാം. നിൻ്റെ താക്കോൽ കർത്താവിൻ്റെ കയ്യിലുണ്ട്. നിൻ്റെ താക്കോൽ കർത്താവിൻ്റെ കയ്യിലുണ്ട്. താൻ അടച്ചിരിക്കുക, ആരും തുറക്കത്തില്ല. ആ പെൺകുട്ടി എന്നോട് പറഞ്ഞ എൻ്റെ ശരീരത്തിൻ്റെ അകത്തെ വേദന പല ഭാഗത്തും ഇങ്ങനെയാണ്. വിശദീകരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ആരോഗ്യത്തോടുകൂടെ നടക്കുന്ന മിനിറ്റുകൾ കുറവാണ്. ശരീരത്ത് വേദനയില്ലാതെ കിടന്നുറങ്ങുന്ന ദിവസങ്ങൾ കുറവാണ്. രാത്രികൾ വിരളമാണ്. എൻ്റെ ഭർത്താവിന് ഇത് വ്യക്തമായി മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ വേറെ ചിലതാണ്. അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിന് ഒത്തവണ്ണം പോകുവാൻ പണം ഞങ്ങളുടെ 2 പേരുടെയും കയ്യിലില്ല. അദ്ദേഹത്തിന് ഒരു ദുർമാർഗവുമില്ല. തനിച്ചൊരു നടപ്പില്ല. എന്നെ കൂടാതെ കഴിയണമെന്ന് പറയുന്നൊരു ചിന്തയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് തൻ്റെ മേലുള്ള ലോഡ് വലുതാണ്. തൻ്റെ സഹോദരങ്ങളിലും ചിലർ മരിച്ചു. എടുത്തു പറഞ്ഞു, ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി പരിചയപ്പെടുത്താം. ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് തുറക്കേണ്ടത് ഒരു മണ്ഡലമല്ല, പല മണ്ഡലമാണ്. ഇന്നെ കേൾക്കുന്ന പലരും ഇത് എഴുതി നിർത്തുന്ന 13-ാം വാക്യത്തിൽ എഴുതി നിർത്തുന്നത് അങ്ങനല്ലയോ?
ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇന്ന് പകൽ വ്യത്യസ്ത ആവശ്യങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ദൈവവൈതലി, ചെവിയുള്ള നമുക്ക് കേൾക്കാൻ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുവാൻ ദാവീദിൻ്റെ താക്കോലുള്ളവൻ അരുളി ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. താൻ അരുളി ചെയ്യുകയാണ്. നിൻ്റെ കണ്ണുനീർ കണ്ടുകൊണ്ട് ഞാൻ കരഞ്ഞുകൊണ്ട് കുഞ്ഞെ നിന്നോട് കെഞ്ചി അപേക്ഷിക്കുക എന്നല്ല, നീ ഒന്ന് നന്നാകെയെന്ന് നിന്നോട് പറയുക എന്നല്ല. എനിക്ക് കൽപ്പിക്കാനാണ് ഇപ്പോഴും ഉള്ളത്, അരുളി ചെയ്യാനാണുള്ളത്. അവൻ അങ്ങനെയുള്ളവൻ അരുളി ചെയ്യുന്നത്. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. മോനെ, ഈ 6-ാം സഭയ്ക്കൊരു വലിയ പ്രത്യേകതയുണ്ട് കേട്ടോ, ഫിലദൽഫിയ സഭയ്ക്ക്. ഞാൻ ഇടയ്ക്കൊന്ന് കയറ്റി പറഞ്ഞോട്ടെ. ഫിലദൽഫിയ എന്ന പേരുള്ള പല സഭകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പല സഭകൾ, പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലുമായി ഫിലദൽഫിയ എന്ന പേരുള്ള പല സഭകളെ കണ്ടിട്ടുണ്ട്. അടുത്ത സഭയാണ് ലവോദിക്ക സഭ. ലവോദിക്ക സഭ എന്ന് പറയുന്ന ഒരു ഒറ്റ സഭ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ഞാൻ ലോകത്തിലെ 10-60 രാജ്യങ്ങളോളം സഞ്ചരിക്കാറുണ്ട്. എത്ര വർഷങ്ങളായി യാത്രയായ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം. ഇന്ന് വരെ ലവോദിക്ക സഭ എന്ന പേരിലൊരു സഭയെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഫിലദൽഫിയ സഭയെ പലത് കണ്ടിട്ടുണ്ട്. എന്താ കാരണമെന്നറിയാവോ? വേദപുസ്തകത്തിലെ 7 സഭകളുടെ കൂട്ടത്തിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത, കാര്യമായ കുറ്റങ്ങളൊന്നും പറയാത്ത ഒരു സഭയാണ് ഫിലദൽഫിയ. അതുകൊണ്ട് ആ പേരെടുക്കുവാൻ പലരും മടിക്കാറില്ല. ആ പേരെല്ലാം അനേകർക്കും ആവശ്യമാണ്. ഇവിടെ കർത്താവ് പറഞ്ഞു, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, നീ ഒരു നല്ല കുഞ്ഞ, നീ ഒരു നല്ല കുഞ്ഞ. ഒരപ്പൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് താൻ ഓമനിക്കുന്ന ഒരു മകനോട് സംസാരിക്കുന്നത് പോലെ താങ്കളുടെ തോളത്ത് തട്ടിക്കൊണ്ട് ഇന്ന് പകൽ കർത്താവ് ഈ പദം പറയുന്നതായി, പരിശുദ്ധാത്മാവ് ഈ പദം പറയുന്നതായി കണക്കാക്കാം. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, നീ നല്ല കുഞ്ഞ, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. കാര്യം അറിയാമോ? നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എന്നും പറഞ്ഞാൽ കഴിഞ്ഞ് നിർത്തത്. ഇതിനകത്തും പറയുന്നതാ, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, നിനക്ക് കഴിവ് തീരെ കുറവാ, നിനക്ക് സ്വയം തുറക്കാൻ ഒക്കത്തില്ല. ഞാൻ ആ വാതിൽ എൻ്റെ താക്കോലിട്ട് തുറന്നതുകൊണ്ടും തട്ടി തുറക്കുവാൻ നിനക്ക് കഴിയത്തില്ല. ഞാൻ താക്കോല് കൊണ്ട് തുറക്കുമെന്ന് മാത്രമല്ല, വാതിലുകൾ മലക്ക തുറക്കുവാൻ കഴിയുന്നവനായ ഞാനാണ് നിന്നെ കൈപിടിച്ച് നടത്തുന്നത്. എൻ്റെ അടുക്കൽ വാ, എനിക്ക് നിന്നോടൊരു അരുളപ്പാടുണ്ട്. ഞാൻ നിൻ്റെ വാതിൽ തുറന്നു വരുന്നവനാണ്, നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്കല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. ഇന്ന് പകൽ എത്ര പേരോട് കർത്താവ് ഇത് പറയും? കർത്താവേ, എന്നോടിത് പറയുമോ? നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. ഉള്ള ശക്തി കൊണ്ട് നീ തൽക്കാലം നിൻ്റെ വീട്ടുകാരെ നോക്കിയെന്നല്ല, ഉള്ള ശക്തി കൊണ്ട് ഇന്ന് വൈകിട്ടത്തേക്കുള്ള ആഹാരത്തിനുള്ളത് നീ സമ്പാദിച്ചെന്നല്ല, ഉള്ള ശക്തി കൊണ്ട് നിൻ്റെ കുഞ്ഞിനെ പോറ്റി എന്നല്ല, നിൻ്റെ ഭാര്യയെ പോറ്റി എന്നല്ല. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, നിനക്ക് ബലം തീരെയില്ല. ഉള്ള ബലം കൊണ്ട് നീ എൻ്റെ വചനം കാത്തു. വചനം കാക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വചനത്തിൽ എഴുതിയിരിക്കുന്നത് അതുപോലെ കാത്തുപാലിപ്പാൻ കഴിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ ഈ സാക്ഷി പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് പറയുമോ? യേശു നമ്മെക്കുറിച്ച് പറയുമോ? നീ എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. പലപ്പോഴും ദൈവനാമത്തിന് വിരോധമായി പലതും ചെയ്യേണ്ടതായ സാഹചര്യം വരും. കണ്ടില്ല കേട്ടില്ല എന്ന് കണ്ട് വിടേണ്ട പലതും വരും. ഇല്ല, ആ നാമത്തെ നിഷേധിക്കാതെ വേണം. ആ നാമത്തിനു വേണ്ടി പറ്റി നിൽക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പലതിൻ്റെയും നടുവിൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട ആളല്ലെന്ന് മറ്റുള്ളവർക്ക് ബോധം വരത്തക്ക വേണം ഒഴിഞ്ഞു മാറി നടക്കുന്ന പല സാഹചര്യങ്ങളുണ്ട്. ഇന്ന് പകൽ കർത്താവിന് പറവാനുണ്ട്, നീ എൻ്റെ നാമം നിഷേധിച്ചതല്ലേ, നീ എന്നെ ഏറ്റുപറയാഞ്ഞതല്ലേ. കർത്താവ് പറയുന്നൊരു പദം മറക്കരുത്. വ്യഭിചാരവും കോട്ടവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനത്തെയും കുറിച്ച് ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് ഞാനും ലജ്ജിക്കും. വ്യഭിചാരവും കോട്ടവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ നാമത്തെയും കുറിച്ച് ലജ്ജിക്കാതെ ഏറ്റുപറഞ്ഞാൽ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ അവനെ ഏറ്റുപറയും. കഴിഞ്ഞ ലേഖനത്തിൽ ഞാനിത് എടുത്തു പറഞ്ഞതാന്നു. പിതാവായ ദൈവത്തിൻ്റെ മുമ്പിലേക്ക്, ദൂതന്മാരുടെ മുമ്പിലേക്ക് ദൈവത്തിൻ്റെ വിശുദ്ധ സഭയെ കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട്. അന്ന് അന്ന് ദൂതന്മാർ ചേർന്ന് ഒരു ചോദ്യം ചോദിക്കും. ഒരു ഭക്തൻ ഒരു പാട്ടിലൂടെ ഇങ്ങനെ എഴുതി വെച്ചു: ആരിവർ രാജനോടൊപ്പമായി പന്തിയിരിപ്പതാം ദൈവസഭ. ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് സ്വർഗീയ ദൂതന്മാർ അടുത്തു വരുമ്പോൾ, സ്വർഗത്തിലുള്ള വലിയ ദൈവിക സൃഷ്ടികൾ അടുത്തു വരുമ്പോൾ,
ആരാണിവർ? മറ്റാർക്കും കിട്ടാത്ത സൗഭാഗ്യം, ഹെബ്രിയേലിന് കിട്ടാത്ത സൗഭാഗ്യം, മീഖായേലിന് കിട്ടാത്ത പദവി, സുവിശേഷം പറയുവാനുള്ള പദവി പോലും ദൂതന്മാർക്കില്ലായിരുന്നു. ദൂതന്മാർക്ക് ലഭിക്കാത്തതായി വലിയ പദവി കരസ്ഥമാക്കുന്ന ഇവരാരെന്ന് ചോദിച്ചു വരുമ്പോൾ യേശു പറയാറുള്ള ഒരു മറുപടിയുണ്ട്. കുഞ്ഞാടിൻ്റെ ചങ്കിലെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയാണിത്. ഇവരാണ് സഭയാകുന്ന മണവാട്ടി, ക്രിസ്തുവിൻ മണവാട്ടി. അവർ വീണ്ടെടുക്കപ്പെട്ടവരാണ്. നീ എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല, നിന്നെ ഞാൻ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഏറ്റുപറയും. വ്യഭിചാരവും കോട്ടവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനത്തെയും കുറിച്ച് ലജ്ജിച്ചാൽ, എൻ്റെ നാമത്തെയും കുറിച്ച് ലജ്ജിച്ചാൽ, അവനെക്കുറിച്ച് ഞാനും ലജ്ജിക്കും. ഇന്ന് പകൽ കർത്താവ് എന്നെക്കുറിച്ച് ലജ്ജിക്കുമോ അതോ എൻ്റെ പേര് ഏറ്റുപറയുമോ എന്ന് ഇവിടെ ഒന്ന് ചിന്തിക്കുന്നത് കൊള്ളാം. നീ എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. ഇനി ഞാൻ തുറന്ന വാതിലിലൂടെ എന്തോ സംഭവിക്കുന്ന പ്രാഥമികമായി ഒരുപാട് ആശയങ്ങൾ ഞാൻ പറഞ്ഞു. ഒരുപാട് വാതിലുകളുണ്ട്, തുറക്കാനുണ്ട്. എന്നാൽ ആദ്യം ദൈവം തുറക്കുന്ന വാതിൽ ഇതാ. 9-ാമത്തെ വാക്യത്തിൽ, യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിൻ്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന് അറിയുവാനും സംഗതി വരുത്തും. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്നവർ. പണ്ട് 2-ാം സഭയിൽ യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ വന്നു. സഭ അവരെ അംഗീകരിച്ചതുകൊണ്ടല്ല അവർ വന്നു. ഞാൻ ആ സാഹചര്യം ഒന്നുകൂടെ തൊടാം. 1-ാം നൂറ്റാണ്ടിലെ സഭ, 1-ാം കാലഘട്ടത്തിലെ സഭ, നൂറ്റാണ്ടെന്ന് പറഞ്ഞത് ക്ഷമിക്കണം, 1-ാം കാലഘട്ടത്തിലെ സഭ അവർക്കുള്ളതെല്ലാം വിറ്റ് പൊതുവകെ എണ്ണി. പല അപ്പച്ചന്മാരും പല അമ്മച്ചിമാരും അവർക്കുള്ള വസ്തുക്കൾ മുഴുവനും വിറ്റ് പൊതുവക എന്ന് എണ്ണി. അതുകൊണ്ട് അപ്പസ്തോലന്മാർ ചേർന്ന് എല്ലാവരുമായി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. അവരുടെ 2-ാം തലമുറ വന്നു. അവർ രക്ഷിക്കപ്പെട്ടവരല്ല. യഹൂദരെന്ന് പറയുന്നെങ്കിലും രക്ഷിക്കപ്പെട്ടവരല്ല. അവരെ സഭയിൽ നിന്ന് മുടക്കാൻ ഒക്കുമോ? അവരെ സഭയിൽ നിന്ന് എടുത്തു കളയാൻ ഒക്കുമോ? അവൻ്റെ അപ്പനുള്ള വക കൊണ്ട് ഉപജീവനം കഴിഞ്ഞവർക്ക് നീ ഇറങ്ങിപ്പോന്ന് പറയാൻ ഒക്കുമോ? പലപ്പോഴും പല ദൈവദാസന്മാരെയും വെട്ടിലാക്കുന്ന പല ചരിത്രങ്ങളുമുണ്ട്. ഒരു കവറിൻ്റെ കയ്യിൽ കൊണ്ടുതന്നു, ഞാൻ വാങ്ങിച്ചു പോയി. ഇനി അവൻ പറയുന്ന അസംബന്ധത്തിനെല്ലാം തുള്ളണമെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകത്തില്ലേ? ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കലൊരു കർത്താവിൻ്റെ ദാസൻ എന്നോട് പറഞ്ഞൊരു പദം. അല്പസ്വല്പം മദ്യപിക്കുന്ന ഒരു പിതാവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ചൊവ്വേ നേരെ ദൈവകൃപയിൽ ജീവിക്കുന്നവരാണ്. ഒരുമിച്ചൊരു സഭയിൽ വന്നു. മദ്യപിക്കുന്ന കാരണത്താൽ പിതാവിനെ സ്നാനപ്പെടുത്തിയില്ല. അദ്ദേഹം സ്നാനത്തിന് ആവശ്യപ്പെട്ടുമില്ല. കുറച്ച് നാളുകളൊക്കെ സഭയ്ക്കകത്ത് എല്ലാവരും കൂടെ തുടർന്ന് കഴിഞ്ഞ ശേഷം ആ പിതാവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഭാര്യയും മക്കളും ഇവിടെ നിന്ന് കർത്തൃമേശ എടുക്കുമ്പോൾ എനിക്ക് കർത്തൃമേശ എടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പാസ്റ്ററെ എന്നെ ഒന്ന് സ്നാനപ്പെടുത്തണം, എനിക്കും കർത്തൃമേശ എടുക്കണം. അദ്ദേഹം പറഞ്ഞു, വളരെ സന്തോഷം പിതാവേ, വളരെ സന്തോഷം, അങ്ങ് സ്നാനപ്പെടണം. പക്ഷേ അതിനു മുമ്പേ മദ്യപാനം പൂർണ്ണമായി നിർത്തണം. അദ്ദേഹം പറഞ്ഞ മറുപടി, പാസ്റ്ററേ, മദ്യപാനത്തോടുകൂടെ സ്നാനപ്പെടുത്താൻ തയ്യാറുള്ള കർത്തൃദാസന്മാർ വേറെ കാണുമെന്ന് മറക്കണ്ട. ഈ സഭ നിലനിൽക്കുന്നത് മൊത്തം എൻ്റെ ഒരൊറ്റ കവറിലാണ്. എൻ്റെ ഭാര്യ മാസത്തിൻ്റെ ആരംഭ ദിവസങ്ങളിൽ ഒരു തിക്ക് കവർ ഇങ്ങോട്ട് കൊണ്ട് തരുന്നത് ഓർമ്മയുണ്ടല്ലോ. അങ്ങയുടെ ഭക്ഷണത്തിനും വസ്ത്രത്തിനും ആവശ്യമുള്ള മിക്ക എമൗണ്ടും അതിനകത്തുണ്ട്. സഭയുടെ ആകെ വരുമാനത്തിൻ്റെ 90% എൻ്റെ വീട്ടിൽ നിന്ന് മാത്രമാണ് വരുന്നത്. അല്പം മദ്യപിക്കുമ്പോൾ തന്നെ എന്നെ സ്നാനപ്പെടുത്താൻ തയ്യാറുള്ളവർ വേറെ കണ്ടെന്നു വരും. ഞാൻ വരുന്ന മാസം വരുന്ന ആഴ്ചയിൽ എനിക്ക് കർത്തൃമേശ ലഭിക്കുന്നില്ലെങ്കിൽ ഞാനും എൻ്റെ കുടുംബവുമായി സ്ഥലം വിടും. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, പിതാവേ, അങ്ങേ സ്നാനപ്പെടുത്തണമെന്ന് താല്പര്യമുണ്ട്. ലഭിക്കുന്ന കവറിന് വളരെ നന്ദിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ കഴിക്കുന്നത്. പക്ഷേ ഒരു നിത്യതയെ ഞാൻ ഭയപ്പെടുന്നത് കൊണ്ട്, ദൈവത്തെ ഭയപ്പെടുന്നത് കൊണ്ട് മദ്യപാനത്തിൽ നിന്ന് മാറിയെന്ന് എനിക്ക് 1 മാസമെങ്കിലും പൂർണ്ണ ഉറപ്പ് ലഭിക്കാതെ ഞാൻ അങ്ങയെ സ്നാനപ്പെടുത്തത്തില്ല. പിറ്റേ ആഴ്ച മുതൽ ആ കുടുംബം ഈ സഭയിൽ ഇല്ലായിരുന്നു. അദ്ദേഹത്തെ സ്നാനപ്പെടുത്തുവാൻ തയ്യാറായ മറ്റാരൊക്കെയോ ഉണ്ട്. അവരെ കർത്തൃ ശുശ്രൂഷകരെന്ന് ഞാൻ വിളിക്കുന്നില്ല. സ്വയം ശുശ്രൂഷകർ, സെൽഫ് സ്റ്റൈൽഡ് പാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. കുടുംബം മുഴുവൻ അങ്ങോട്ട് മാറി. ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഒരു 3 മാസത്തിനകം ആ പിതാവ് മദ്യപിച്ച് ഓടയിൽ കിടക്കുന്ന വർത്തമാനം ഞാൻ കേട്ടു. കാര്യം സഭ അനുവദിച്ച, സമൂഹം അംഗീകരിച്ച ഒരു മദ്യപനായി അദ്ദേഹം മാറി. എൻ്റെ കാര്യം ദൈവം ഇന്നും നോക്കുന്നു.
എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. സാത്താൻ്റെ പള്ളിയിൽ നിന്ന് ഞാൻ ചിലരെ വരുത്തും. അവർ വന്നാൽ അവരുടെ ആധിപത്യം സ്ഥാപിക്കേണ്ടതിനാണ് രണ്ടാം സഭയിൽ വന്നത്. ഒന്നാം സഭയിലുള്ള പിതാക്കന്മാർ, മാതാക്കൾ അവരുടെ വസ്തുവകകൾ വിറ്റുകൊണ്ട് കൊടുത്ത കാരണത്താൽ മക്കളെ അംഗീകരിക്കാതെ മാർഗമില്ലാതെയായി. പള്ളിക്ക് സ്ഥലം തന്നത് ഇങ്ങേരാണ്, ഫെയ്ത്തോം പണിയാൻ സ്ഥലം തന്നത് മറ്റേയാളാണ്, കാശ് തന്നത് ഇയാളാണെന്ന് പറഞ്ഞ് മറ്റൊരുത്തിനെ അംഗീകരിച്ച സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ടാം സഭയിലാകയാൽ ക്രിസ്തുവിൻ്റെ സിംഹാസനം കുലുങ്ങുമാറ് സാത്താൻ അകത്തുകൊണ്ട് സിംഹാസനം വെച്ചു. പക്ഷേ ഇത് ആറാം സഭയാ. സാത്താൻ്റെ പള്ളിക്കാരായ ഇവരെ കൊണ്ടുവരേണ്ടതിന് ഞാൻ വാതിൽ തുറക്കയാ. യേശുവിൻ്റെ നാമത്തിൽ 2026 ദൈവസഭകൾക്കകത്തേക്ക് ആത്മാക്കൾ വരത്തക്കവണ്ണം, സാത്താൻ്റെ പള്ളിക്കാരായവരെ അകത്തു കൊണ്ടുവരത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മുടെ വാതിൽ തുറക്കുവാൻ, ഭാരതത്തിൻ്റെ വാതിൽ, ഭാരതീയ സഭയുടെ വാതിൽ സ്വർഗം തുറക്കുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ചിലരെ ഞാൻ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിൻ്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാൻ. ഇതൊരു വിരോധാഭാസത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. ദൂതന്മാരുടെ കാൽക്കൽ പോലും വീഴാൻ നമുക്ക് സത്യത്തിൽ റൈറ്റില്ല. പിന്നെ നിൻ്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കുമെന്ന് പറയുന്നത് എന്തുവാ? അത് വ്യക്തിപരമല്ല, സഭയുടെ മുമ്പിൽ വരുമെന്ന, സഭയുടെ യജമാനനായ ക്രിസ്തുവിൻ്റെ പാദത്തെങ്കിലാണ് വരുന്നേ. സഭയുടെ പാദത്തെങ്കിൽ വരുത്തും. അവർ നിൻ്റെ പാദത്തിൽ വന്ന് നിൻ്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന് അറിയുവാനും സംഗതി വരുത്തും. അവർ നീ പറയുന്നത് അതുപോലെ കേൾക്കും. അവരെ ശിഷ്യരാക്കി എടുക്കുക. യേശു തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ, നിങ്ങൾ ലോകത്തിലൊക്കെയും പോകണം, നിങ്ങൾ പോകുന്ന ഇടത്ത് അശുദ്ധാത്മാക്കളെ പുറത്താക്കണം, സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിക്കണം, നിങ്ങൾ ദൈവരാജ്യം സമീപിച്ചു എന്ന് ഘോഷിക്കണം. വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ കാണും. വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി ശിഷ്യരാക്കണം. വെള്ളത്തിൽ മുക്കി വിട്ടേക്കാനല്ല, സ്നാനപ്പെടുത്തി ശിഷ്യരാക്കണം. ഒരു വലിയ അളവിൽ എൻ്റെ ജീവിതത്തിൽ പരാജയം സംഭവിച്ച ഒരിടമായത്. ശിഷ്യത്വത്തിലേക്ക് വേണ്ടവണ്ണം ആളുകളെ കൊണ്ടുവരുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ അറിഞ്ഞുകൂടാ. കഴിവിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ടെങ്കിലും പൂർണ്ണതയിൽ ഇത് ചെയ്തുവെന്ന് എനിക്ക് അവകാശം പറയുവാൻ കഴിയുന്നില്ല. പലതും ശിഷ്യത്വത്തിലേക്ക് വരാതെ പോയി. കർത്താവേ, എന്നോട് ക്ഷമിക്കണേ. ശിഷ്യത്വത്തിലേക്ക് വന്നതിനെ മാത്രം എൻ്റെ അക്കൗണ്ടിൽ പെടുത്താവൂ. അല്ലാത്തവരോട് സുവിശേഷം പറഞ്ഞു അവർ വിശ്വസിച്ചവരല്ല എന്ന് കണ്ട് അവരെ ഒഴിവാക്കി തരണമേ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അതെ, അങ്ങനെയുള്ളവരെ ഞാൻ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിൻ്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കും. ഞാൻ പറഞ്ഞു, വ്യക്തികളുടെ മുമ്പിൽ നമസ്കരിക്കാൻ നമുക്ക് റൈറ്റില്ല. ദൂതന്മാരുടെ മുമ്പിൽ പോലും നമസ്കരിക്കാൻ നമുക്ക് റൈറ്റില്ലല്ലോ. പ്രവാചകന്മാരിൽ ചിലരോട് പ്രവചനങ്ങൾ നന്നായി വിശദീകരിച്ചു കൊടുത്ത് ദൂതൻ്റെ മുമ്പിൽ നമസ്കരിക്കേണ്ടതിന് ദാനിയേൽ പ്രവാചകനും, എന്തിന് നമ്മുടെ അപ്പോസ്തലനായ യോഹന്നാൻ വരെ ദൂതനെ നമസ്കരിപ്പാൻ തിരിഞ്ഞപ്പോൾ ദൂതൻ പറയുന്ന പദം കേട്ടോണോ? അരുത്, എൻ്റെ മുമ്പിൽ വണങ്ങരുത്, എൻ്റെ മുമ്പിൽ നമസ്കരിക്കരുത്. ഞാൻ നിനക്കും നിൻ്റെ സഹോദരന്മാർക്കും കൂട്ടു ശുശ്രൂഷകന്. ദൈവത്തെ നമസ്കരിപ്പ്. നമസ്കാരത്തിന് യോഗ്യൻ, ആരാധനയ്ക്ക് യോഗ്യൻ, കുമ്പിടുവാൻ യോഗ്യൻ യേശു മാത്രമാണ്. ആ യേശുവാണ് പറയുന്നത്, അവർ നിൻ്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാൻ ഞാൻ ഇടയാക്കും. മോനെ, ഇത് സഭയോട് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. സഭയുടെ യജമാനനും മൂലക്കല്ലും യേശു ആകയാൽ സഭയുടെ മുമ്പിൽ ഒരാൾ വന്ന് മുട്ടുകുത്തുന്നത് വ്യക്തികളുടെ മുമ്പിലല്ല, അത് യേശുവിൻ്റെ മുമ്പിലാണ്. അവർ നിൻ്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാൻ എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞു കൊടുക്കുന്ന എൻ്റെ പ്രമാണങ്ങൾ മുഴുവനും അവർ അംഗീകരിപ്പാൻ, നീ പറഞ്ഞു കൊടുത്ത് എൻ്റെ പ്രമാണത്തിൻ്റെ കീഴിൽ വണങ്ങുവാൻ അവർക്കിടയാകും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചിന്തിച്ചപ്പോൾ ഇങ്ങനെ എടുത്തു പറയുകയുണ്ടായി. യോശുവയുടെ മുമ്പിൽ ഒരു ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു. യോശുവ ദൂതൻ്റെ മുമ്പിൽ നമസ്കരിപ്പാൻ തുടങ്ങിയപ്പോൾ ദൂതൻ പറഞ്ഞ, അരുത്, ഞാൻ നിന്നെപ്പോലെയുള്ളവരുടെ സഹശുശ്രൂഷകനാ, ദൈവത്തെ നമസ്കരിക്കേ. യോശുവ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങേക്ക് എന്നോടെന്തെങ്കിലും, യഹോവയ്ക്ക് എന്നോടെന്തെങ്കിലും അരുളപ്പാടുണ്ടോ? പറഞ്ഞു, നിൻ്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ച് എറിഞ്ഞു കളക. യോശുവയ്ക്ക് വേണേ തിരിഞ്ഞു ചോദിക്കായിരുന്നു, അങ്ങ് ദൈവദൂതൻ തന്നെ ആണോ? കാര്യം മോശയ്ക്ക് ന്യായപ്രമാണം കൊടുത്ത കൂട്ടത്തിൽ കാലിൽ ചെരുപ്പിടരുത് എന്നൊരു പ്രമാണമില്ല. പിന്നെ എന്ത് എന്നോടിത് പറയുന്നത്? മോശയോട് പറഞ്ഞ കാലത്ത് പ്രമാണം മോശയ്ക്ക് കിട്ടിയിരുന്നില്ല. അതിനു മുമ്പെയാണ് മോശയോട് സംസാരിക്കുന്നത്. ഇപ്പോൾ മോശയുടെ കയ്യിൽ പ്രമാണം കിട്ടിക്കഴിഞ്ഞു. എനിക്കറിയാം, യോശുവയ്ക്ക് വേണേ പറയാം, അതിനകത്ത് കാലിൽ ചെരുപ്പിടരുതെന്നൊരു പ്രമാണമില്ല. പിന്നെ എന്താ ഈ പറയുന്നത്?
ദൂതൻ യോശുവയോട് പറയാൻ കണ്ടു, മോനെ, നിനക്കും മോശയ്ക്കുമുള്ള പ്രമാണം സാധാരണക്കാരൻ്റെ പ്രമാണമല്ലടാ, സാധാരണക്കാരന് കൊടുക്കുന്ന വ്യവസ്ഥയല്ല നിൻ്റേത്. നിങ്ങൾ ദൈവത്തെ അറിഞ്ഞവരും അടിമത്വത്തിൽ കിടന്ന ജനത്തെ അടിമച്ചങ്ങല പൊട്ടിച്ചുകൊണ്ട് രാജ്യത്തു നിന്ന് പുറത്തെടുക്കുന്ന അഭിഷേകം മോശയ്ക്കും അവർക്ക് വേണ്ടി വാഗ്ദത്ത നാട് അവകാശം പറഞ്ഞ് പകുത്തെടുക്കുന്ന ചുമതല നിനക്കും ലഭ്യമായിരിക്കയാൽ ഉന്നതമായ ശുശ്രൂഷ ലഭിച്ച ചിലർക്ക് വേണ്ടി ഉന്നതമായ അരുളപ്പാടുകളും കൽപ്പനകളും കൊണ്ട് നീ പറയുന്നത് എന്തോ അതിൻ്റെ മുമ്പിൽ സാത്താൻ്റെ പള്ളിക്കാർ മുട്ടുകുത്തും. ഞാൻ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് ചിലരെ വരുത്തും. അവർ നിൻ്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിയുവാനും സംഗതി വരുത്തും. ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നത് അവരറിയും. അടുത്തത്, സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇതിന് അല്പം കൂടെ വിശദീകരണം ആവശ്യമുള്ളതാണ് 10ാമത്തെ വാക്യം. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തു. 1ാം സഭ മുതൽ സഹിഷ്ണുത അനുഭവിച്ചതാണ്. 2ാം സഭ വളരെ കൂടുതൽ അനുഭവിച്ചതാണ്. തേണ്ടേ ഇവിടെ 6ാം സഭയുടെ അടുക്കൽ വന്ന് പറയുകയാണ്, നീ കണ്ടമാനം സഹിഷ്ണുത അനുഭവിച്ചതാണ്. യാതൊരു ചോദ്യവുമില്ലാതെ നിൻ്റെ വിശ്വാസം എനിക്ക് ബാധകമല്ല, ഇത് വിശ്വസിക്കുന്നെങ്കിൽ കൊന്നുകളയും എന്ന് പറഞ്ഞ രാജാക്കന്മാർ അനേകരാണ്, ഭരണാധികാരികൾ അനേകരാണ്. അവരുടെ ആരുടെയും മുമ്പിൽ ഒതുങ്ങിപ്പോകാതെ, അതേസമയത്ത് എതിർത്ത് നിൽക്കാതെ സേവിക്കേണ്ട ദൈവത്തെ മാത്രം സേവിച്ചു പോകുന്ന ഒരു പദ്ധതി, ഒരു പ്രവണത ദൈവമക്കളുടെ ഇടയിൽ കണ്ടിരുന്നു. സഭ സഹിഷ്ണുതയോടെ മുൻപോട്ട് വന്നു. ഇന്നത്തെ സഭയും വളരെ സഹിഷ്ണുതയുള്ളതാണ്. ഭാരതത്തിൻ്റെ വ്യത്യസ്തമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ എത്രയോ സഹിഷ്ണുതയോടെയാണ് എത്രയോ ദൈവമക്കൾ പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയുടെ പ്രമാണങ്ങളിൽ നിൽക്കുന്നത് എന്ന് മറക്കരുത്. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് ഏതാണ്ട് 60-ലധികം വർഷങ്ങൾ, 70 വർഷത്തിന് അടുക്കൽ ചരിത്രമുണ്ട്. ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടല്ല. ഞാൻ യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റു എന്ന ഏക കാരണത്താൽ ക്രിസ്തീയ സമൂഹങ്ങൾ എന്നെ വെറുത്തു. ആരോടും ഒരു ദോഷവും ചെയ്തിട്ടല്ല. ദൈവവചനത്തിൽ ദൈവം എനിക്ക് തന്നിട്ടുള്ള അവകാശങ്ങൾക്കൊത്തവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ കൃപാദാനങ്ങൾ അംഗീകരിപ്പാൻ കഴിഞ്ഞു എന്നതിനാൽ നാമധേയ പെന്തക്കോസ്തൽ വിഭാഗങ്ങൾ എതിർത്തത് എനിക്ക് ഓർമ്മയുണ്ട്. ആരോടും എതിർക്കാനല്ല, പകരം സഹിച്ചു നിൽക്കുവാൻ അന്നും ഇന്നും ലഭിക്കുന്ന കൃപയ്ക്കായി കർത്താവിനെ വാഴ്ത്തുന്നു. രക്ഷാസ്നാനം, പരിശുദ്ധാത്മാഭിഷേകം മുതലായി ആത്മീക സത്യങ്ങൾ വിളിച്ചു പറയുന്ന പെന്തക്കോസ്തൽ ഉപദേശിമാരെ ഇതര ക്രിസ്തീയ വിഭാഗങ്ങൾ ഉപദ്രവിച്ചതും അവർ സഹിച്ചു നിന്നതും എനിക്ക് ഓർമ്മയുണ്ട്. മണിക്കൂറുകൾ ഓടിയവരെയും നദികൾ കടന്നുവരെ ചാടിപ്പോയവരെയും തല്ലുകിട്ടാതെ തങ്ങളെ തന്നെ സൂക്ഷിച്ചവരെയും ആഴ്ചകളോളം ഒളിച്ചു പാർത്തവരെയും അറിയാം. സഭ എന്നും സഹിഷ്ണുതയിലൂടെ പോകുന്നതാണ്. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ തിരിച്ചുപദ്രവിക്കാനല്ല, അവരെ തിരികെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും, അതേസമയം നിങ്ങൾ ദൈവകൃപ വിട്ടുമാറാതെ ദൈവിക സഹിഷ്ണുത ഏറ്റെടുക്കുവാനും ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന കൽപ്പന നീ അതുപോലെ പാലിച്ചവനാണ്. നീ സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ കൽപ്പന കാത്തുകൊണ്ടതാണ്. ആകയാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ സൂക്ഷിക്കും, ഞാനും നിന്നെ കാക്കും. ഈ ഭൂമിയിലുള്ളവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലമെന്ന് പറയുന്നത് 2 അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാനുണ്ട്. ഒന്ന്, സഭയ്ക്ക് ഉപദ്രവങ്ങളുണ്ട്. സഭ 1-ാം നൂറ്റാണ്ട് മുതൽ അനുഭവിക്കുന്നു, ആരംഭകാലം മുതൽ അനുഭവിക്കുന്നു. 2, മഹാ ഉപദ്രവം എന്ന ഒരു പ്രത്യേക കാലഘട്ടമുണ്ട്. ഈ വാക്യത്തിൽ നീ അതനുസരിച്ചതിനാൽ ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും എന്ന് പറയുന്ന പദം ഈ മഹോദ്രവത്തിൽ നിന്ന് സഭ മാറി നിൽക്കും എന്ന ആശയത്തിലാണ് ഞാനും വിശ്വസിക്കുന്നത്. പെന്തക്കോസ്തുകാർ അതിനെ വ്യാഖ്യാനിക്കുന്നത്. എല്ലാ വ്യാഖ്യാനത്തിനും കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, എല്ലാ വിശ്വാസത്തിനും എതിരായ വിശ്വാസങ്ങളുണ്ട്, അതെല്ലാം ഉണ്ട്. ഞാനതിൻ്റെ ഒരു ആധികാരികതയിലേക്ക് പോകാനല്ല താല്പര്യപ്പെടുന്നത്. അതിനെ ട്രിബുലേഷൻ റാപ്ചറിന് മുമ്പേ ട്രിബുലേഷൻ നടക്കണം എന്ന് പറയുന്നവരുണ്ട്. അതായത് സഭ ട്രിബുലേഷൻ മഹാപീഡയിലൂടെ കടന്നു പോകുമെന്ന്.
സത്യത്തിൽ മഹാപീഠ എന്ന പദം യഹൂദന് വേണ്ടി കൊടുത്തിരിക്കുന്ന പദമാണ്, ക്രിസ്ത്യാനിക്ക് വേണ്ടിയല്ല. യേശുക്രിസ്തു ഉപയോഗിക്കുന്നിടത്ത് മഹാപീഡനത്തെക്കുറിച്ച് പറയുന്നത് യഹൂദന് വരുന്നതാണ്. കാര്യം യഹൂദന് ഒരവസരം ദൈവം കൊടുത്തപ്പോൾ, വേണ്ട ദൈവപുത്രനാകുന്ന ക്രിസ്തു ഇവിടെ നിൽക്കുന്നു, ഞങ്ങൾക്ക് അവനെ വേണ്ട, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്ത നേതൃസംഘത്തോടും അവരുടെ ജനതയോടും ദൈവത്തിനൊരു ന്യായവിധി തീർക്കാനുണ്ട്. അതിനെ തന്നെയാണ് മഹോദ്രവം എന്ന് വിളിക്കുന്നത്. ഒരു മഹാപീഡനകാലം വരും, അത് അവർക്ക് വേണ്ടിയുള്ളതാണ്, അത് നമുക്ക് വേണ്ടിയുള്ളതല്ല. എന്നാൽ സഭയെ സംബന്ധിച്ച് സഭ ഏറിയ കഷ്ടങ്ങളിലൂടെ പോകേണ്ടതാണ്. അത് മഹോദ്രവമല്ല, മഹോദ്രവത്തേക്കാൾ ഡിഗ്രി താണ വേറൊരു ഗ്രേഡാണ്. ആകയാൽ വിശുദ്ധന്മാരെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റിയ ശേഷം മാത്രമേ മഹോദ്രവം വരത്തുള്ളൂ. മഹോദ്രവത്തിന് മുന്നമേ ആയിരിക്കും റാപ്ചർ എന്ന് പറയുന്നവരുണ്ട്. റാപ്ചർ നടക്കുന്നത് മഹോദ്രവത്തിന് മുമ്പേ ആയിരിക്കും. വേറൊരു വിഭാഗം ആളുകൾ പറയുന്നത് അങ്ങനെയല്ല. കാര്യം വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങുന്നു എന്നുള്ള വാക്യത്തെ ആസ്പദിച്ചുകൊണ്ട് മഹോദ്രവത്തിലൂടെ സഭ കടന്നു പോകും. ആ നാളുകൾ ചുരുങ്ങാനുള്ള, വെറും 7 വർഷമേ കാണത്തുള്ളൂ, അത് ചുരുങ്ങാനുള്ള കാരണം വിശുദ്ധന്മാരാണ് എന്ന് പറയുന്നവരുണ്ട്. മറുവശം ഇത് 2 ആർഗ്യുമെൻ്റ് ഇങ്ങനെ വന്നതുകൊണ്ട് മിഡ് റാപ്ചർ നടക്കും, മിഡിൽ ഓഫ് ദ പേഴ്സിക്യൂഷൻ റാപ്ചർ നടക്കും എന്ന് പറയുന്നവരുണ്ട്. 3.5 വർഷം കഴിയുമ്പോൾ റാപ്ചർ നടക്കും. അങ്ങനെയാകുമ്പോൾ ആ പ്രവചനവും ശരിയായി, ഈ പ്രവചനവും ശരിയായി. പക്ഷെ വൃതന്മാരെന്നുള്ള പദം യഹൂദനെക്കുറിച്ചാണ് പറയുന്നതെങ്കിലോ, വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങുന്നു. അത് യഹൂദന്മാരുടെ കൂട്ടത്തിലുള്ള ചില വൃതന്മാരെക്കുറിച്ചാണ് പറയുന്നതെങ്കിലോ, ഞാൻ ആ ഭാഗത്ത് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാതെ വിടുകയാണ്, അവരവർക്ക് ചിന്തിക്കാൻ വേണ്ടി. അസംബ്ലീസ് ഓഫ് ഗോഡ് വിശ്വസിക്കുന്നത് പ്രീ ട്രിബുലേഷൻ റാപ്ചർ, അതായത് ട്രിബുലേഷൻ മഹാപീഡ വരുന്നതിന് മുന്നമേ സഭ എടുക്കപ്പെടുമെന്നതാണ്. ഞാനും അതുതന്നെ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ ആർഗ്യൂ ചെയ്യാനല്ല, രണ്ടിനും വേണ്ടിയും വാക്യങ്ങൾ പറയാനുണ്ട്. ആ വാക്യങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ അങ്ങോട്ട് അധികമായി പോകുന്നില്ല. യോനായുടെ കാലത്ത് നടന്നതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിലും സംഭവിക്കും മുതലായി ഒരുപാട് പ്രവചനങ്ങൾ തിരുവചനത്തിലുണ്ട്. പലതിനും പല വ്യാഖ്യാനങ്ങളുണ്ട്. ഞാൻ ഇന്ന് അങ്ങോട്ട് പോകുന്നില്ല. ഈ സഭ, 6ാം സഭ, അതിനോട് പറഞ്ഞു, നീ ഒരുപാട് പീഡ അനുഭവിക്കുന്നതാണ്, സഹിഷ്ണുത നീ കാണിച്ചു. ആകയാൽ ഭൂമിയിൽ എങ്ങും വരുവാനുള്ള സഹിഷ്ണുത കാലത്തിന് പ്രയാസത്തിന് മുന്നമേ ഞാൻ നിന്നെ കാക്കും എന്ന് പറഞ്ഞു. 11ാമത്തെ വാക്യത്തിൽ ഞാൻ വേഗം വരുന്നു, നിൻ്റെ കിരീടം ആരും എടുക്കാതെ വണ്ണം നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക. സഭയുടെ നന്മ പറഞ്ഞു, അതിനുള്ള പ്രതിഫലം പറഞ്ഞു. ഞാൻ നിന്നെ കാത്തുകൊള്ളും, അതാണ് പ്രതിഫലം. അടുത്തത്, ഞാൻ വേഗം വരുന്നു, നിൻ്റെ കിരീടം ആരും എടുക്കാതെ വണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും. പ്രതിഫലങ്ങളെക്കുറിച്ചും മറ്റും ഇവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുകയാണ്. നിൻ്റെ കിരീടം മറ്റൊരുത്തന് എടുക്കാതിരിക്കേണ്ടതിന് നിനക്കുള്ളത് മുറുകെ പിടിക്കുക. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, നിനക്ക് ബലം തീരെയില്ല, പക്ഷെ ഞാൻ നിന്നെ ആക്കാൻ പോകുന്ന എൻ്റെ ആലയത്തിലെ തൂണ. ഇത് ഭയങ്കര വിരോധാഭാസങ്ങളായതൊക്കെ. എൻ്റെ ആലയത്തിലെ തൂണ. ഞാൻ വേഗം വരുന്നു, നിൻ്റെ കിരീടം ആരും എടുക്കാതെ വേണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. നിൻ്റെ കിരീടം പിടിച്ചില്ലെങ്കിൽ പിടിവിട്ടുപോകും. ഓരോ ദിവസവും നമുക്ക് ലഭിക്കാനുള്ള പ്രതിഫലത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം, ഇല്ലെങ്കിൽ പിടിവിട്ടുപോകും. ഇതിനോട് ചേർന്ന് ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥ പറയാം. അത് സംഭവ ചരിത്രമാണോ കഥയാണോ എന്ന് പോലും എനിക്ക് വ്യക്തമായി പറയാൻ അറിഞ്ഞുകൂടാ. കാര്യം ആധികാരികമായ ലേഖനങ്ങളിൽ നിന്ന് വായിച്ചിട്ടുള്ളതല്ല. പല ദൈവദാസന്മാർ പ്രസംഗിക്കുന്ന ഇടത്തുനിന്ന് കേട്ടത് മാത്രമാണ്. കണ്ടതും കേട്ടതും ഒന്നിരിക്കട്ടെ, അതുമാത്രമേ ഉള്ളൂ. റുമേനിയയുടെ ജയിലിൽ ഒരു 40 പേരെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന കാരണത്താൽ കൊന്നുകളവാൻ തീരുമാനിച്ച ഒരു വല്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് നല്ല തണുപ്പുള്ള രാത്രിയിൽ, മഞ്ഞുള്ള രാത്രിയിൽ, ഭയങ്കര കൊടും തണുപ്പുള്ള രാത്രിയിൽ മൈതാനങ്ങളിൽ ഇറങ്ങി നിന്നാൽ ആളുകൾ മരിച്ചു പോകും എന്നുള്ള സ്ഥിതിയിൽ ഒരു മൈതാനത്ത് മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ ഒരു 40 ക്രിസ്ത്യാനികളെ തണുപ്പിച്ച് കൊല്ലേണ്ടതിന് വേണ്ടി ഇറക്കി നിർത്തി. ആ കഥയിൽ ഞാൻ കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്. അതിൽ നിന്ന് തണുത്ത് ജീവൻ പോകുമെന്ന സാഹചര്യമാകുമ്പോൾ മരണത്തിനു മുന്നമേ തങ്ങളുടെ വിശ്വാസത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്ന ചിലരുണ്ടാകും എന്നറിഞ്ഞുകൊണ്ട് അങ്ങനെയുള്ളവരെ വെടിവെച്ചെടുത്ത ശേഷം ബാക്കിയുള്ളവരെ കൊന്നുകളയേണ്ടതിന് വേണ്ടി ഈ റുമേനിയൻ ജയിലിനോട് ചേർന്നുണ്ടായിരുന്ന മതിൽക്കെട്ടിനകത്ത്
ഒരു 40 പേരെ കൊണ്ട് നിർത്തി. ആ മതിൽക്കെട്ടിൻ്റെ ഒരു ഭാഗത്ത് ഒരു റൂമുണ്ടാക്കി, കണ്ണാടി കൊണ്ട് അതിനകത്തേക്ക് കാണത്തക്കവണ്ണം ഫെസിലിറ്റികൾ ഉണ്ടാക്കി. അതിനകത്ത് ചൂടുള്ള പാനീയങ്ങളും വെച്ചു. എന്നിട്ടൊരു അനൗൺസ്മെൻറ്റ് നടത്തി, ഈ 40 പേരെ തണുപ്പിച്ച് കൊല്ലേണ്ടതിന് പണിഷ് ചെയ്തിരിക്കുകയാണ്, നിങ്ങളിവിടെ നിൽക്കുന്നു. ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും സമയത്ത് എനിക്ക് തണുത്ത് മരിക്കാൻ കഴിയുകയില്ല, ഞാൻ പ്രതീക്ഷിച്ച ദൈവം എന്നെ വിടുവിച്ചില്ല എന്നാർക്കെങ്കിലും ഉറപ്പ് വന്നാൽ അങ്ങനെയുള്ളവർക്ക് ഓടി വരാം. അവരുടെ വിശ്വാസം ഉപേക്ഷിക്കുന്നുവെന്ന് എഴുതി ഒപ്പുവെച്ച ശേഷം നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം, നിങ്ങളെ സ്വതന്ത്രരായി വിടും. തൽക്കാലം ഓടിക്കേറി വരുമ്പോൾ നിങ്ങൾക്കാവശ്യമുള്ള ചൂടുള്ള പാലും, അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്, ചൂടുള്ള പാലും കരുതി വച്ചിട്ടുണ്ട്, വരാം എന്ന് പറഞ്ഞ് 40 പേർക്ക് ആവശ്യമുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. പക്ഷെ 40നെയും വെളിയിൽ നിർത്തി. അവർക്ക് ചുമതല വഹിച്ചിരുന്ന ഒരു ക്യാപ്റ്റൻ, അയാൾ പകുതി വിശ്വാസിയാണ്, യേശുവിനെ രഹസ്യമായി അംഗീകരിക്കുന്നയാളാണ്, പരസ്യമായി വിശ്വാസം ഏറ്റുപറയാൻ തയ്യാറല്ല, അതിനുള്ള ധൈര്യം അദ്ദേഹത്തിനില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ആ കിരീടം എനിക്ക് എന്ന് അലറിക്കൊണ്ട് ഈ റൂമിനകത്തു നിന്ന് വെളിയിലേക്ക് ചാടി വരുന്ന കാഴ്ച കണ്ടു. അവിടെ നിന്നിരുന്ന ഗാർഡ് പറയുന്നത്, മറുവശത്ത് ആ 40 വ്യക്തികളിൽ ഒരുവൻ അകത്തേക്ക് വരുന്ന കാഴ്ച കണ്ടു. ക്യാപ്റ്റനെ പിടിച്ചു നിർത്തി. എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 40 കിരീടങ്ങൾ സ്വർഗത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നതായി ഞാൻ കണ്ടു. അത് പതുക്കെ താഴേക്ക് ഇറങ്ങി വരികയും അതിൽ ഒരു കിരീടം നിന്ന് കറങ്ങുകയും, അതുതന്നെ വട്ടത്തിൽ കറങ്ങുകയാണ്. അത് മുകളിലോട്ടും പോകുന്നില്ല, താഴോട്ടും പോകുന്നില്ല, വട്ടത്തിൽ കറങ്ങുകയും 39 കിരീടങ്ങൾ ഒത്തിരിയും കൂടെ താഴേക്ക് വരികയും ചെയ്തു. അതിനുശേഷം ആ കറങ്ങിക്കൊണ്ടിരുന്ന കിരീടം തിരികെ മുകളിലേക്ക് ഉയരുന്ന കാഴ്ച കണ്ടു. 39 കിരീടങ്ങൾ താഴോട്ട് താഴുമ്പോൾ ഒരു കിരീടം മുകളിലേക്ക് ഉയരുന്നു. ഈ ക്യാപ്റ്റൻ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ വിശ്വാസം ഏറ്റുപറഞ്ഞുപേക്ഷിക്കേണ്ടതിനായി, എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ടതിനായി ഈ ചൂടുള്ള മുറിക്കകത്തേക്ക് വരുന്ന കാഴ്ച കണ്ടു. ആ പിന്മാറ്റക്കാരന് വേണ്ടി ദൈവം വെച്ചിരുന്ന കിരീടമാണ് അതൊന്നും, അതെനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ക്യാപ്റ്റൻ എടുത്തു ചാടിയത് എന്ന് അദ്ദേഹം പറയുവാനിടയായി. നിൻ്റെ കിരീടം മറ്റൊരുത്തൻ എടുക്കാതിരിപ്പാൻ, നിനക്ക് പലതുമുണ്ട്, അത് മറ്റൊരുത്തൻ കൊണ്ടുപോകാതിരിപ്പാൻ. 2ാം സഭയോട് പറഞ്ഞപ്പോൾ നിൻ്റെ നിലവിളക്ക് അതിൻ്റെ സ്ഥാനത്തുനിന്ന് മാറാതെ, ദൈവം ചിലർക്ക് ചില നിലവാരങ്ങൾ കൊടുത്തിട്ടുണ്ട്, ചില നിലവിളക്കുകളുണ്ട്, ചില സ്ഥാനങ്ങളുണ്ട്. മോനെ, ഞാൻ നിന്നെ അവിടുന്ന് കളയാതെ. ഒത്തിരി പ്രത്യേകതകളുണ്ട്. ലഭിക്കുന്നവനല്ലാതെ മറ്റാർക്കും അറിയാത്തതും, ലഭിക്കുന്നവൻ തിരിച്ചറിയുന്നതും വെള്ളക്കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പേര് ചിലർക്കുണ്ട്. ചിലരുടെ നിലവിളക്ക് അതിൻ്റെ സ്ഥാനത്തുനിന്ന് മാറിപ്പോയെന്ന് വരും. നിലവിളക്ക് മാറാതിരിക്കുന്നവരോട് ദൈവത്തിന് പറയുവാൻ വേണ്ടി പുത്തൻ പേരുകൾ ശുശ്രൂഷയുടെ കെയർ ഓഫിൽ, ശുശ്രൂഷയുടെ പേരിലൊക്കെ ഇട്ടുകൊടുക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഇവിടെ വരുമ്പോൾ നിനക്കുള്ളത് മുറുകെ പിടിച്ചു, അല്ലെങ്കിൽ നിൻ്റെ കിരീടം വേറൊരുത്തൻ കൊണ്ടുപോകും. കർത്താവേ, ഞാൻ കർത്താവിന് വേണ്ടി പ്രതിഷ്ഠിച്ച നാളിൽ എനിക്ക് വേണ്ടി ദൈവമുണ്ടാക്കിയ കിരീടം മറ്റൊരുത്തൻ കൊണ്ടുപോകാതിരിക്കേണ്ടതിന് എനിക്കുള്ളത് മുറുകെ പിടിക്കുന്നുവെന്ന് പറയുന്നവർക്കായി കർത്താവിനെ വാഴ്ത്തുകയാണ്. പല പ്രതിസന്ധികളുടെ നടുവിൽ, താൽക്കാലികമായ പ്രശ്നങ്ങളുടെ നടുവിൽ ചെവിയുള്ളവൻ കേൾക്കേണ്ടതിന് എല്ലാ സഭകളോടുമായി പരിശുദ്ധാത്മാവ് ഈ ദൂത് പറയുന്നു എന്ന് മറക്കരുത്. നിനക്കുള്ളത് നിൻ്റെ കിരീടം മറ്റൊരുത്തൻ എടുക്കാതിരിപ്പാൻ നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക. മറക്കരുത്, കിരീടം തലയിൽ പതിയുന്നത് വരെ, ഒരു വ്യക്തി ഈ ഭൂമിയോട് യാത്ര പറയുന്നത് വരെ, അല്ലെങ്കിൽ യേശുവിൻ്റെ മടങ്ങിവരവ് സംഭവിക്കുന്നത് വരെ രക്ഷയുടെ പൂർണ്ണത വന്നിട്ടില്ല. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അടുത്തിരിക്കുന്നു, നമ്മളോട് അധികം അടുത്തിരിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം പറയുന്നത്, വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വിശ്വസിച്ചതുകൊണ്ട് രക്ഷ പ്രാപിച്ചു എന്ന് എങ്ങും എഴുതിയിട്ടില്ല. രക്ഷ പ്രാപിക്കും, അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നിനക്കുള്ളത് മുറുകെ പിടിക്കുക, ഇല്ലെങ്കിൽ അവസാനത്തെ മിനിറ്റിലും ഇത് തെന്നി മാറുവാൻ കഴിയും. ഇത് കൈ കിട്ടിക്കഴിയുമ്പോഴാണ് നീ പൂർത്തീകരിച്ചു എന്ന് പറയുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പെൺകുഞ്ഞിനെ കണ്ടു. അവളുടെ പിതാവ് പെട്ടെന്ന് ലോകത്തോട് യാത്ര പറഞ്ഞു. രാവിലെ അമ്മയും മക്കളുമായി ഒരു കാറെടുത്ത്
അവരെ ചർച്ചിലേക്ക് വന്നു. പിതാവിന് തൻ്റെ ഓഫീസിൽ പോയേ മതിയാകുള്ളൂ. അതുകൊണ്ട് ഞാൻ ഓഫീസിലൊന്ന് പോയി അവിടുത്തെ കാര്യങ്ങളൊന്ന് തൊട്ട ശേഷം വന്നേക്കാം എന്ന് പറഞ്ഞൊരു സ്കൂട്ടർ എടുത്ത് അദ്ദേഹം ഓഫീസിലേക്ക് പോയി. കുഞ്ഞുങ്ങൾ സഭായാരാധനയ്ക്ക് കാർ ഇവിടെ എത്തുന്നതിന് മുന്നമേ ആ പിതാവിൻ്റെ സ്കൂട്ടർ ഓഫീസിലെത്തി. അദ്ദേഹം ഓഫീസിൽ കയറി. പെട്ടെന്നൊരു നെഞ്ചിന് വേദന അനുഭവപ്പെട്ടു. നിലവിളിച്ചു, കുഴഞ്ഞു വീണു. ആളുകൾ ചേർന്നെടുത്തു, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കുഞ്ഞുങ്ങൾ സഭായാരാധനയ്ക്ക് എത്തുന്നതിന് മുന്നമേ വിവരം വന്നു, പിതാവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുക. കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് ഓടി ആരാധനയിൽ പങ്കെടുക്കാതെ തന്നെ പോയി. ചെന്നപ്പോൾ കാണുന്നത് പിതാവിൻ്റെ ശവശരീരമാണ്. ആ കുഞ്ഞുങ്ങളുടെ ഷോക്ക് ഭയങ്കരമായിരുന്നു, ഹെവി ഷോക്ക്. ആ പെൺകുഞ്ഞിനോട് പറഞ്ഞത്, എനിക്ക് നിലനിൽപ്പില്ലാതെ ഞാൻ നിലവിളിച്ചു, കർത്താവേ, എൻ്റെ അപ്പനെ ദൈവം എടുത്തു. ഒരുപാട് പ്രതികൂലം സഹിച്ച്, സ്വന്തക്കാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും വലിയ പ്രതിസന്ധികൾ സഹിച്ച്, കർത്താവിന് വേണ്ടി ത്യാഗം സഹിച്ചു നിന്ന ആ മനുഷ്യൻ, അവരൊന്നും ക്രൈസ്തവ മാർഗത്തിൽ നിന്ന് വന്നവരല്ല. ആ സഹോദരി എന്നോട് പറഞ്ഞത്, അവരൊരു മന്ത്രവാദിയായിരുന്നു. അവരെന്നോട് പറഞ്ഞ വാചകമാണ്, ഞാനൊരു മന്ത്രവാദിയായിരുന്നു പാസ്റ്റർ. അവിടുന്നാണ് ഞങ്ങളെല്ലാം കൂടി യേശുവിനെ കണ്ടെത്തുന്നത്. കുടുംബമായി ഞങ്ങൾ കർത്താവിലേക്ക് മാറിയത്. എന്തും വേണ്ടും പീഡകൾ ഏതെല്ലാം സാഹചര്യങ്ങളിൽ സഹിച്ചവരാ വന്നു. ആ പെൺകുഞ്ഞിങ്ങനെ പറഞ്ഞു, എൻ്റെ അപ്പനൊരു നിത്യത ലഭിച്ചോ ഇല്ലയോ? മന്ത്രവാദ കുടുംബത്തിലെ മെമ്പറായിരുന്നു. അതിൻ്റെ എന്തെങ്കിലും ഒരു ആഫ്റ്റർ ഇഫക്റ്റ് കൊണ്ടാണോ പോയത്, അതോ ദൈവമായി വിളിച്ചതാണോ? എന്താ കാരണമെന്ന് അറിഞ്ഞുകൂടാ. ചില ദിവസങ്ങൾ കരഞ്ഞുകൊണ്ട് മാത്രം ഇരുന്നു. ഒരു ദിവസം വെളുപ്പിനെ 5 മണിക്ക് ശേഷം, സ്വപ്നങ്ങളെക്കുറിച്ച് പൊതുവെ പറയാറുള്ളത് വെളുപ്പിനെ 4-നും 6-നും ഇടയിൽ കാണുന്ന സ്വപ്നങ്ങൾ ഒരു തികഞ്ഞ ദൈവപൈതലാണെങ്കിൽ അത് പലതും ദൈവം ഇടപെടുന്ന ദൃശ്യങ്ങളായിരിക്കും, ദൈവം കാണിക്കുന്ന ദൃശ്യങ്ങളായിരിക്കുമെന്ന്. അങ്ങനെ ഇടപെട്ടു. 5 മണിക്ക് ഒരു ദർശനമുണ്ടായി. അമ്മോളനോട് പറഞ്ഞത്, ഞാൻ ഉറങ്ങുകയല്ല, ഒട്ടും ഉറങ്ങുകയല്ല. എന്നോട് ദൈവം കാണിച്ചതെന്നാണ് ഒരു സ്വപ്നമല്ല, അതൊരു ദർശനമാണ്, അതൊരു വെളിപ്പാടാണ്. എൻ്റെ അപ്പൻ പെട്ടെന്ന് ഏറ്റവും തേജസ്സുള്ള വസ്ത്രങ്ങളിൽ എഴുന്നേറ്റിരിക്കുന്നതും 2 കൈകളിൽ ഒരു കിരീടം അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് കൊണ്ടുവരുന്ന ആളിനെ കാണത്തില്ല, 2 കൈകൾ കാണാം. ഈ ആയുസ്സിൽ കണ്ടിട്ടുള്ള കൈകളിൽ ഏറ്റവും മനോഹരമായ 2 കൈകൾ കൊണ്ട് ജീവിതത്തിൽ ചിന്തിക്കാവുന്നതിലെ ഏറ്റവും മനോഹരമായ ഒരു കിരീടം എൻ്റെ പിതാവിൻ്റെ തലയിലേക്ക് കൊണ്ടുവെക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. മനസ്സിലായി, തൻ ദൈവം തന്നെ വിളിച്ചതാ, അംഗീകരിച്ചതാ. നിൻ്റെ കിരീടം മറ്റൊരുത്തരെടുക്കാതിരിപ്പാൻ നിനക്കുള്ളത് മുറുകെ പിടിക്കുക, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ തൂണാക്കും. 12-ാം വാക്യം, ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ തൂണാക്കും. നിനക്ക് അല്പമേ ബലമുള്ളൂ, ശക്തി തീരെയില്ല, എങ്കിലും ജയിക്കുന്ന കുറേ പേർ ഇതിനകത്തുണ്ട്. ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സ്മൃതിയിലുണ്ടായിരുന്നു. അവർ തുടരുകയാ. ജയിക്കുന്നവരുണ്ട്. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ ഒരു തൂണാക്കും. പ്രൈസ് ദി ലോർഡ്. ഒരാലയത്തിനകത്ത്, ഒരു കെട്ടിടത്തിനകത്ത് ഏറ്റവും ബലമുള്ളത് തൂണാണ്. ഏറ്റവും ബലമുള്ളത് തൂണാണ്. എൻ്റെ ആലയത്തിലെ തൂണാക്കി ഞാൻ അവനെ മാറ്റും. മോനെ, നിൻ്റെ ബലഹീനതയെ ഞാൻ അങ്ങനെ വിടുന്നവനല്ല. ബലഹീനതയിൽ പകരുന്ന എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയ്ക്ക് തുണ നയിക്കും. ഇന്നെന്നെ ശ്രദ്ധിക്കുന്നവരിൽ ആരെങ്കിലും ബലഹീനരായതുകൊണ്ട് സഭയുടെ അവസാനത്തെ കാലഘട്ടങ്ങളിലേക്ക് അടുത്തു വരികയാണ്. തേണ്ട ഞാൻ ആകപ്പാടെ തകർന്നുവെന്ന് പറയുന്ന സാഹചര്യത്തിൽ നിന്ന് വരികയാണ്. എനിക്ക് പിടിച്ചു നീക്കുവാൻ ബലം തീരെയില്ല, അല്പമേ ശക്തിയുള്ളൂ. എങ്കിലും സ്വർഗത്തിലെ ദൈവത്തിനൊരു സാക്ഷിയുണ്ടോ, നീ എൻ്റെ നാമം കാത്തു, എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. ഇന്ന് പകൽ ദൈവത്തിന് പറയാനുള്ളത്, നിങ്ങളെ എനിക്ക് ഉപയോഗിപ്പാനുണ്ട്, നിങ്ങളെ എനിക്ക് ഇനിയും ശക്തിപ്പെടുത്താനുണ്ട്, ബലപ്പെടുത്താനുണ്ട്. നിനക്കുള്ളത് മുറുകെ പിടിക്ക്, നിൻ്റെ കിരീടമെങ്ങും പോകയില്ല. മാത്രമല്ല, ജയിക്കുന്നവനെ പോരാട്ടം നിനക്കുമുണ്ട്. ഇത്രയും പ്രയാസമുള്ളവനാണല്ലോ പോരാട്ടം കൊടുക്കേണ്ടെന്ന് പറയാറില്ല. എൻ്റെ വീട്ടിലൊരാൾ രോഗിയാകുകയാണെങ്കിൽ ആളൊന്നും ജോലിയൊന്നും ചെയ്യണ്ട, ജോലി ചെയ്യാതെ മാറിയിരിക്കാൻ പറ്റും. വ്യക്തിപരമായി എൻ്റെ കേസ് ഇനിയും വ്യത്യസ്തമാണ്. ഞാൻ ഒരു ഉപദേശി കുടുംബത്തിലെ അംഗമാണ്. കർത്താവ് എന്നെ വേലയ്ക്ക് വേണ്ടി വിളിച്ചു. ഇന്ന് കുഞ്ഞുങ്ങളെല്ലാം വളർന്നു, അവർക്കെല്ലാം പ്രായമായി, സ്വന്തം കാര്യങ്ങൾ നോക്കാറായി. അവരെല്ലാം കർത്താവിൻ്റെ വേലയിൽ ഉള്ളതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
കഴിഞ്ഞ ദിവസം ഒരു കൊച്ചുമോൻ എൻ്റെ അടുക്ക വന്നു, അപ്പച്ചൻ എത്രാമത്തെ വയസ്സിലാണ് രോഗശാന്തി ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയത്? ഞാൻ പറഞ്ഞു, മോനെ ഒരു 20 വയസ്സിന് മുമ്പേ ഞാനത് ചെയ്തിട്ടുണ്ട്, മേ ബി ഒരു 15-ൽ തുടങ്ങിയതായിരിക്കും. എനിക്ക് 15 കഴിഞ്ഞു. എന്തുകൊണ്ടാണ് എനിക്ക് രോഗശാന്തി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് എന്നെ കൊണ്ട് കഴിയാത്തത്? ആ നിഷ്കളങ്കമായ ആശയങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൊച്ചുമക്കളെ ദൈവം ഉപയോഗിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ കുറച്ചും കൂടെ പുറകിൽ എൻ്റെ കുഞ്ഞുങ്ങൾ പ്രായപൂർത്തിയായി വിവാഹിതരാകുന്നതിന് മുന്നമേ കുടുംബത്തിൻ്റെ മുഴുവൻ ചുമതലയും എനിക്കുള്ള സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ എൻ്റെ ഇളയ മകൻ ജോൺസൺ ഒരു ആക്സിഡൻറ്റിലായി. അവൻ്റെ ഒരു കയ്യിൽ എൻ്റെ ഓർമ്മയിൽ 98 സ്റ്റിച്ചസ് ഉണ്ട്. ഒരു കയ്യിൽ 98 സ്റ്റിച്ചസ് ഉണ്ട്. അവിടെ എല്ലാം കൂടെ അങ്ങ് പറഞ്ഞിരുന്നു പോയി, അസ്ഥി ഒടിഞ്ഞിരുന്നില്ല, അത്രയും സ്റ്റിച്ചസ് ഉണ്ട്. ഞാനന്ന് ഇന്ത്യയിലില്ല, ഞാൻ ഇന്ത്യക്ക് പുറത്തൊരു രാജ്യത്താണ്. ആ രാജ്യത്തേക്ക് എനിക്കൊരു ടെലിഫോൺ കോൾ വന്നു. മൂത്ത മോനെ വിളിച്ചത്, ഇളയ പുള്ളി ആക്സിഡൻറ്റിലായി, ഇതാ സാഹചര്യം. അവനെ ആക്സിഡൻറ്റ് സ്പോട്ടിൽ നിന്ന് ബാംഗ്ലൂരിൽ കൊണ്ടുവന്നു. അവിടെ ഒരു ഹോസ്പിറ്റലിൽ ആരംഭ ചികിത്സകൾ കഴിഞ്ഞു. ബാംഗ്ലൂരിൽ കൊണ്ടുവന്നു. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയിൽ ചികിത്സകൾ കഴിഞ്ഞു. അവനെ വീട്ടിൽ വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ അവന് സംസാരിക്കാമോ? സംസാരിക്കാം. അവൻ്റെ ലോട്ട് കൊടുക്കാൻ പറഞ്ഞു, കൊടുത്തു. ഞാൻ വെച്ചാൽ എങ്ങനെയുണ്ട് മോനെ? ഡാഡി വലത്തെ കൈ അനക്കത്തൂലുമില്ല, വളരെ പ്രയാസമാണ്, അതെല്ലാം കൂടെ ശരീരത്തോട് ചേർത്ത് കെട്ടി വെച്ചിരിക്കുക. 96 ഓർമ്മ, അല്ലെങ്കിൽ 98 സ്റ്റിച്ചസ് ഉണ്ട്. ഞാനൊരു 2 മിനിറ്റ് അവനോട് സംസാരിച്ചേച്ച് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. മോനെ, നിൻ്റെ ഇടത്തെ കൈ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. നിനക്ക് സംസാരിക്കാമല്ലോ? സംസാരിക്കാം, കുഴപ്പമില്ല. ഇടത്തെ കൈക്ക് കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല. നീ ഒരു കാര്യം ചെയ്യും, ചേട്ടനോട് മറ്റു ജോലികൾ ചെയ്യാൻ പറഞ്ഞു, നീ വീട്ടിൽ തന്നെ കിടക്കുകയാകാവൂ, പക്ഷെ ഫോൺ എടുത്ത് വെച്ചേക്കണം. ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ നിനക്ക് കഴിയും, നിന്നെ കൊണ്ട് ഒക്കുന്നത് ചെയ്യണം. ഇടത്തെ കൈ കൊണ്ട് ഫോൺ കോൾ അറ്റൻഡ് ചെയ്യണം. അത്യാവശ്യം വിളിച്ചയാളിൻ്റെ പേര് ഇടത്തെ കൈ കൊണ്ട് എഴുതി വെച്ചാലും മതി. മമ്മിയോ ചേട്ടനോ വരുമ്പോൾ തൻ്റെ ഇന്നയാൾ വിളിച്ചിരുന്നു, ഇന്നതാ വിഷയമെന്ന് പറയണം. കാര്യം അവരവരെ കൊണ്ട് ഒക്കുന്ന ജോലി അവരവർ ചെയ്യണം. അതാണ് എൻ്റെ വ്യക്തിപരമായ പ്രിൻസിപ്പിൾ. ഞാനും അത് ചെയ്തുകൊണ്ടിരുന്നു, ഇന്നും ചെയ്യുന്നു ദൈവത്തിൻ്റെ കൃപയാൽ. പക്ഷേ സാധാരണഗതിയിൽ ബലഹീനനായവനെ ജോലി ഏൽപ്പിക്കാതെ റെസ്റ്റ് കൊടുക്കുകയാണ് പൊതുലോകത്തിൻ്റെ പതിവ്. ഇവിടെ അങ്ങനല്ല. ജയിക്കുന്നവനെ ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിലെ ഒരു തൂണാക്കും. ഏറ്റവും ഭാരം വഹിക്കേണ്ടത് അവനാണ്. ഏറ്റവും ബലശാലി എന്നതൊരു തൂണാണ്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ ഒരു തൂണാക്കി അവനെ മാറ്റും. നിന്നെ ഞാൻ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കും. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ക്ഷീണിക്കാതെ വേണം നിൽക്കുന്ന ദൈവവൈതലെ നമ്മെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ തൂണാക്കും. അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകുകയില്ല, അവനൊരിക്കലും പോകത്തില്ല. നിങ്ങളെ പിന്മാറ്റാമെന്ന് സാത്താനും അവൻ്റെ രാജാക്കന്മാരും കൂടെ ചേർന്ന് ചിന്തിച്ചാൽ, ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനും ആ പിശാച്, ആ ഭോഷ്കിൻ്റെ അങ്ങേയറ്റമാവുമെന്ന് പറഞ്ഞാൽ പോകത്തില്ല പിശാചെ. ഇല്ല, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് പോകയില്ല. മരണമോ ജീവനോ രണ്ടും ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ലഭിക്കും, പക്ഷേ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് പോകത്തില്ല. കർത്താവിന് പറവാനുള്ളത്, അവനെ ഞാൻ ഒരിക്കലും അവിടെ നിന്നവൻ പോകയില്ല, ഞാൻ അവനെ നിർത്തും. എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ നാമം, പുതിയ യെരുശലേം എന്ന എൻ്റെ ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേൽ എഴുതും. നിൻ്റെ മേൽ കുറേ എഴുതാൻ പോവുക, എൻ്റെ മേൽ കുറേ എഴുതാൻ പോവുക, നമ്മുടെ മേൽ കുറേ എഴുതാൻ പോവുക. സ്വർഗത്തിലെ ദൈവത്തിന് തൻ്റെ നാമം ചിലരുടെ മേൽ എഴുതാൻ ആശയുണ്ട്. ദൈവത്തിൻ്റെ വകയെന്ന് പറയുവാൻ ഞാൻ ഓർക്കുന്നുണ്ട്. ഒരിക്കലും റാന്നിയിലൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഏതോ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ എനിക്ക് ആശയമുണ്ട്. ഒരു ടാക്സിയിൽ ഞാൻ ഇരിക്കുക, റാന്നിയിലൂടെ പോകാം. 3-4 പേരോട് ഞാൻ ചോദിച്ചു, ഈ സ്ഥലം ഏതാ? ബഥേൽ സഭയുമായി അല്പം ബന്ധമുള്ള ഒരു സ്ഥലമാണ്, ഒരാളിൻ്റെ വീടാണ്. ആ വീട് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുമ്പോൾ പെട്ടെന്നൊരാൾ ബഥേലേജി ചർച്ചിൽ നിന്ന് ഒരു കാലത്ത് ബഥേലിൻ്റെ പേരുള്ള കുറേ ടീഷർട്ടുകൾ കൊടുത്തിരുന്നു. ഈ ടീഷർട്ടിൽ ഒരെണ്ണം ഇട്ടുകൊണ്ട് താണ്ട്ര ഒരാൾ റാന്നി കൂടെ പോകുന്നു. എനിക്കെന്തൊരു സന്തോഷമായിരുന്നറിയാം. ടാക്സി പെട്ടെന്ന് അങ്ങോട്ട് വിടാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അടുക്ക ചെന്ന് നിർത്തി. ഞാൻ പറഞ്ഞു, ബ്രദർ, നിൻ്റെ ഷർട്ടിൻ്റെ പുറകിൽ, ടീഷർട്ടിൻ്റെ പുറകിൽ എഴുതിയിരുന്ന എഴുത്തുകൊണ്ടാണ് നിന്നെ തിരിച്ചറിഞ്ഞത്. പ്രൈസ് ലോർഡ്. നമ്മുടെ ഇന്നാരുടെ വീട്ടിൽ പോകുന്ന വഴി ഞാൻ കാണിച്ചു തരാം പാസ്റ്ററെ. അദ്ദേഹം എനിക്ക് വഴി കാണിച്ചത്. ഞാൻ ഓർക്കുന്നു, ഇന്ത്യൻ എയർഫോഴ്സിലായിരിക്കുന്ന ഒരു സ്റ്റാഫായിരിക്കുന്ന സമയത്താണ്
എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ പരീക്ഷ എഴുതേണ്ടതിന് വേണ്ടി IIT മദ്രാസിലെ ഒരു കോളേജിനകത്ത് എനിക്കൊരു അവസരം ലഭിച്ചു. അവരേതോ ഒരു ബിൽഡിംഗ് നമ്പർ തന്നിരുന്നു. എനിക്ക് ബിൽഡിംഗ് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. IITയിലാണ്, എനിക്ക് ബിൽഡിംഗ് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പരീക്ഷയുടെ സമയം ഏറെക്കുറെ അടുത്തു. 10 മിനിറ്റെങ്കിലും മുമ്പേ പരീക്ഷാ ഹാളിൽ ചെന്നേ പറ്റത്തുള്ളൂ. എനിക്ക് 15 മിനിറ്റേ ബാക്കിയുള്ളൂ. ഹോൾ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് എളുപ്പം കണ്ടുപിടിക്കണം താല്പര്യമുണ്ട്. പലരോട് ചോദിച്ചിട്ടും ആ ബിൽഡിങ്ങിൻ്റെ നമ്പർ കൊണ്ട് തിരിച്ചറിയാൻ അവർക്കൊക്കാതെ വന്നു. പെട്ടെന്നാണ് സെൻട്രൽ സ്കൂളിൻ്റെ യൂണിഫോമിൽ ഒരു വിദ്യാർത്ഥിയെ കണ്ടത്. ഞങ്ങളുടെ പിള്ളേരിൽ ഒന്നായിരിക്കണം, എൻ്റെ മക്കളെന്നല്ല, പക്ഷേ സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പൊതുവെ വിവരങ്ങളുള്ളവരാണ്. പെട്ടെന്ന് ആ മോനോട് ഞാൻ ചോദിച്ചു, മോനെ ഇന്ന നമ്പർ ബിൽഡിംഗ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, എവിടെയാണ്? അദ്ദേഹത്തിനോട് പറഞ്ഞൊരു വാചകമുണ്ട്, അങ്കിളെ വിഷമിക്കണ്ട, ഞാൻ ഇപ്പം കാണിച്ചു തരാം. അവൻ പെട്ടെന്ന് ചോദിക്കേണ്ടവനോട് ചോദിച്ചു, വിവരം കിട്ടി, എന്നെ സ്ഥലം കാണിച്ചു. ചിലതിനെ നമുക്കൊന്ന് ട്രസ്റ്റ് ചെയ്യാം. സ്വർഗത്തിലെ ദൈവത്തിന് നിങ്ങളെ ഒന്ന് ട്രസ്റ്റ് ചെയ്യാം. എൻ്റെ ദൈവത്തിൻ്റെ നാമം ഞാൻ അവൻ്റെ മേൽ എഴുതും. ആത്മീയരാരെങ്കിലും പിന്നെ കണ്ടാൽ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യും. കാര്യം ദൈവത്തിൻ്റെ നാമം ദൈവം എഴുതിയതാണ്. എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എൻ്റെ ദൈവത്തിൻ്റെ നഗരത്തിൻ നാമവും. ഇവിടെയൊക്കെ ഒത്തിരി വിശദീകരണം ആവശ്യമാണ്. സ്വർഗത്തിൽ പോയി എന്നുള്ളത് കൊണ്ട് ഗ്രേറ്റിംഗ് നരകത്തിൽ നിന്ന് മാറിയത് തന്നെ ഗ്രേറ്റിംഗ്. സ്വർഗത്തിൽ പോയി എന്നുള്ളത് വലിയ കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെടുന്നില്ല. സ്വർഗത്തിൽ ഞാൻ ഇരിക്കേണ്ടിടത്തിരിക്കണം. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഗ്രേഡ് കൂടിയതുമുണ്ട്, ഗ്രേഡ് കുറഞ്ഞതുമുണ്ട്. സ്റ്റാറ്റസ് കൂടിയതുമുണ്ട്, സ്റ്റാറ്റസ് കുറഞ്ഞതുമുണ്ട്. ഞാൻ ഇരിക്കുന്ന ഇടത്താണ് നിങ്ങൾ ഇരിക്കേണ്ടത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന പുതിയ യെരൂശലേമിൻ്റെ നാമം, എൻ്റെ ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമം, എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേൽ എഴുതും. ഗ്രേഡുകളിൽ നിന്ന് ഗ്രേഡുകളിലേക്ക് ഉയർത്തുന്ന, ഒരു പേരിൽ നിന്ന് അതിന് അടുത്ത പേരിലേക്ക് മാറ്റുന്ന. ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിലെ ഒരു മെമ്പറായിരുന്നു. ഏറ്റവും താഴെ ഒരു റാങ്ക് എനിക്കുണ്ടായിരുന്നു. റാങ്കിന് താഴെയാണ്. കളന്ന് ദൈവം എന്നെ ഓരോ പടിപടിയായി ഉയർത്തി. ഏതൊരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളിനും ചെന്ന് ചേരുന്ന സ്റ്റാറ്റസിലല്ല ഇറങ്ങിപ്പോരുന്നത്. പുതിയ പുതിയ നാമങ്ങളിലേക്ക് മാറുന്നവർക്കായി സ്തോത്രം. നട്ടപ്പോഴും ഒരു പറ, പറിച്ചപ്പോഴും ഉണ്ട് ഒരു പറ എന്ന് പറയുന്നവരുണ്ട്. അതില്ലെന്നല്ല. ഞാനൊരു ദൈവവേദന ജീവകാലം മുഴുവൻ ആ ദൈവവേദന അങ്ങനെ തന്നെ തുടരും എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ട കാലത്തെ ആത്മബലം ഇപ്പോഴും ഉണ്ട്. രക്ഷിക്കപ്പെട്ട കാലത്തെ പരിശുദ്ധാത്മ വ്യാപാരം ഇപ്പോഴും ഉണ്ട്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച കാലത്തെ അന്യഭാഷ ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്നവരുണ്ട് ഒരു വശത്ത്. അതവിടെ നിൽക്കട്ടെ. ഞാൻ ജയിക്കുന്നവനെക്കുറിച്ചാണ് പറയാനുള്ളത്. നാൾതോറും ജയിക്കുക എന്നൊരർത്ഥം ഇതിനുണ്ട്. 12-ാം വാക്യത്തിന് ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ തൂണാക്കും. പക്ഷെ 12-ാം വാക്യത്തിലെ ആ ജയം കൊണ്ട് നിന്നില്ല. അവൻ വീണ്ടും ജയിച്ചു കൊണ്ടിരിക്കണം. എൻ്റെ ദൈവത്തിൻ്റെ നാമം ഞാൻ അവൻ്റെ മേൽ എഴുതും. എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേമിൻ്റെ നാമം ഞാൻ അവൻ്റെ മേൽ എഴുതും. ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമം ഞാൻ അവൻ്റെ മേൽ എഴുതും. ഏറ്റവും അവസാനം മറ്റാരോടും പറയാത്ത എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേൽ എഴുതും. ഇങ്ങനെ ഗ്രേഡുകൾ മാറുവാൻ ജയിക്കുന്നവനെ കർത്താവ് ജയത്തിൽ നിന്ന് ജയത്തിലേക്ക് നടത്തട്ടെ. അതാണ് പ്രതിഫലം. ഇവിടെ 6-ാം സഭയ്ക്ക് കൊടുക്കുന്ന പ്രതിഫലം ജയത്തിൽ നിന്ന് ജയത്തിലേക്ക് നടത്തുകയാണ്. ജയത്തിൽ നിന്ന് ജയത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മെ നടത്തട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എല്ലാ സഭയിലുമുള്ള എല്ലാവരോടും മറക്കണ്ട, എല്ലാ ലേഖനവും പോലെ 6-ാം സഭയുടെ ഫിലദൽഫിയ സഭയുടെ ദൂതന് യേശു സംസാരിച്ചത് എഴുതി തുടങ്ങി. പരിശുദ്ധാത്മാവ് അതേ ദൂത് യേശുവിൽ നിന്ന് കേട്ടത് എല്ലാ സഭയിലുമുള്ള എല്ലാവരെയും, ചെവിയുള്ളവരെ, കേൾക്കാൻ മനസ്സുള്ളവരെ കേൾപ്പിക്കുവാൻ, ഓർമ്മിപ്പിക്കുവാൻ തയ്യാറാകുകയാണ്. ലഭിച്ച വേദപുസ്തക പഠന ഭാഗങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. 1 മണിക്കൂറായതേ ഉള്ളൂ. ഞാൻ ഇന്നും ഇവിടെ കൊണ്ട് നിർത്താൻ പോകുക. കാര്യം ഇത് റെക്കോർഡ് ചെയ്യുന്ന മെസ്സേജാണ്. ചോദ്യോത്തരങ്ങൾക്ക് ഇന്ന് സമയമെടുക്കാൻ ഒക്കത്തില്ല. വരുന്ന ചൊവ്വാഴ്ച കർത്താവ് അനുവദിക്കുന്നെങ്കിൽ ഞാൻ ലൈനിലുണ്ടായിരിക്കും. അന്നേരത്തെ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും സമയമെടുക്കുവാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. വരുന്ന ചൊവ്വാഴ്ച വൈകിട്ട് 7 മണി വരത്തേക്ക് തൽക്കാലം നമുക്ക് പിരിയാം. കർത്താവ് നമ്മോട് കൂടി ഇരിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമേ, അല്പസമയം ദൈവവചനത്തിൻ്റെ മുമ്പിലായിരിക്കാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. അടിയനോടൊപ്പം ഇന്നുണ്ടായിരുന്ന കേൾവിക്കാരെ, അടുത്ത ദിവസങ്ങളിൽ യൂട്യൂബിലൂടെ സന്ദർശിക്കുന്നവരെ ഞങ്ങൾ യേശുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങൾ താഴ്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് പോകാതെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് വരുവാൻ
കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ബലമുള്ള നാമത്തിൽ ഇത് കേട്ടവർ അനുഗ്രഹിക്കപ്പെടട്ടെ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പ്രത്യേകത, ഇത് വായിക്കുന്നവനും വായിച്ച് കേൾക്കുന്നവനും കേൾപ്പിക്കുന്നവനും എല്ലാം അനുഗ്രഹിക്കപ്പെടുമെന്നാണല്ലോ പറയുന്നത്. യേശുവേ, അടിയങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, കേട്ടവർ അനുസരിച്ചവർ പ്രത്യേകിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങളെ തൃക്കരങ്ങളിൽ തരുന്നു. മുഴുമഹത്വവും കർത്താവ് എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.